നമസ്കാരം. വയനാട് ദുരന്തത്തിന് ഒരു വർഷം തികയാൻ 2 ആഴ്ച കൂടിയേ ബാക്കിയുള്ളൂ. കൂടെ നിൽക്കും എന്ന് വാക്ക് പറഞ്ഞവർ വയനാടുകാരോട് ആ വാക്ക് പാലിച്ചിട്ടുണ്ടോ? ദുരന്ത ബാധിതർക്കായി എൽസ്റ്റൺ എസ്റ്റേറ്റ് ഏറ്റെടുത്ത് സർക്കാർ നടത്തുന്ന ടൗൺഷിപ്പ് നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഡിസംബറിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകും. 25 വീടുകൾ നൽകുമെന്ന് പ്രഖ്യാപിച്ച ഡിവൈഎഫ്ഐ 100 വീടിനുള്ള 20 കോടി രൂപ സർക്കാരിന് നൽകി. എവൈഎഫ് 5 വീടിനുള്ള 1 കോടി രൂപ സർക്കാരിന് നൽകി. 30 വീട് നൽകുമെന്ന് പ്രഖ്യാപിച്ച യൂത്ത് കോൺഗ്രസിന് 88 ലക്ഷം രൂപയെ സമാഹരിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നത് വലിയ വിമർശനത്തിന് വഴിവെച്ചിട്ടുണ്ട്. 105 വീടുകൾ പണിയാൻ സ്ഥലം വാങ്ങിയ ലീഗിന് ഭൂമിയുടെ നിയമക്കുരുക്ക് വിനയായിട്ടുണ്ട്. വിപണി വിലയുടെ ഇരട്ടി വിലയ്ക്ക് വാങ്ങിയതും സംസ്ഥാന പ്രസിഡന്റിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തതുമെല്ലാം വിവാദത്തിലുമായി. അതേസമയം വലിയ അവകാശവാദങ്ങളില്ലാതെ സംഘടനകൾ വീട് നിർമ്മിച്ച് കൈമാറി കഴിഞ്ഞു. ദുരന്തബാധിതരെ പറഞ്ഞു പറ്റിച്ചത് ആരാണ് എന്നാണ് ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. അതിനോടൊപ്പം ശ്രീ എ റഹീം ഡിവൈഎഫ് അഖിലേന്ത്യാ പ്രസിഡന്റ്, ശ്രീ രാജു പി നായർ കോൺഗ്രസ്, ശ്രീ എൻ അരുൺ എഐവൈഎഫ് എന്നിവർ. ആദ്യം ശ്രീ രാജു പി നായർ, 100 വീട് യൂത്ത് കോൺഗ്രസും കൂടി നൽകും എന്നാണ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. യൂത്ത് കോൺഗ്രസ് ആകെ 88 ലക്ഷം രൂപയെ കളക്ട് ചെയ്തിട്ടുള്ളൂ എന്ന് വ്യക്തമായി കഴിഞ്ഞു. നോക്കൂ, ഈ കഴിഞ്ഞ ദിവസം മീനങ്ങാടിയിൽ ഒരു ഭവനദാന ചടങ്ങ് നടന്നു. 3 പോലീസുകാരാണ് വീട് നഷ്ടപ്പെട്ടവരായി ഈ ദുരന്തത്തിലുള്ളത്. ആ 3 പോലീസുകാർക്കും പോലീസ് അസോസിയേഷൻ വീട് വെച്ച് കൊടുത്തു, അതിൻ്റെ താക്കോലും കൈമാറി. അതിന് പോലീസിൻ്റെ സഹകരണ സംഘം 27.5 സെന്റ് സ്ഥലം അവിടെ വാങ്ങിച്ചു. പാക്കമൂല എന്ന് പറഞ്ഞ സ്ഥലത്ത് അവർ വീടും പണിതു, താക്കോലും കൈമാറി. വലിയ അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കുന്ന ആളുകളുടെ അവസ്ഥ, ഞങ്ങൾക്ക് സ്ഥലം കിട്ടിയിട്ടില്ല, ആ കത്ത് കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയുള്ളതാണ്. ഇത്തരം കാര്യങ്ങളിലൊക്കെയുള്ള ആത്മാർത്ഥത ജനങ്ങൾക്ക് മുൻപാകെ വെളിവാക്കപ്പെടുകയല്ലേ? അഭിലാഷ്, യൂത്ത് കോൺഗ്രസും കൂടി പറഞ്ഞിരിക്കുന്ന വീട് അത് നിർമ്മിച്ച് നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ആർക്കും ഇല്ല. ഞങ്ങളെ സംബന്ധിച്ചോളം പ്രളയത്തിൻ്റെ 2018 പ്രളയത്തിന് ശേഷം ഞങ്ങൾ 1000 വീടുകൾ നിർമ്മിച്ച് നൽകുമെന്ന് പറഞ്ഞു. അതിനേക്കാൾ കൂടുതൽ 1116 വീടെന്നാണ് എൻ്റെ ഓർമ്മ, വീടുകൾ നിർമ്മിച്ച് നൽകുകയും ചെയ്തതാണ്. ഇവിടെ യൂത്ത് കോൺഗ്രസ് ഇതിൻ്റെ ഫണ്ട് സമാഹരണം തുടങ്ങി. യൂത്ത് കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ ലക്ഷ്യമിട്ടത് 50,000 രൂപ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് പിരിച്ചു നൽകുക എന്നുള്ളതാണ്. അങ്ങനെ 50,000 രൂപ പിരിച്ചു നൽകുന്നതിൽ വീഴ്ച വരുത്തിയ അസംബ്ലി കമ്മിറ്റികൾക്കെതിരെ നടപടിയെടുത്തതാണ് നിങ്ങൾ ഇപ്പോൾ ഈ പറയുന്നതിനുള്ള കാരണം. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സ്ഥലത്തിൻ്റെ ലഭ്യത തന്നെയാണ്. ഈ സർക്കാരാണ് ആദ്യം തന്നെ അവിടെ ഒരു ടൗൺഷിപ്പ് എന്നുള്ള നിലയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് സ്ഥലത്തിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയത്. അവിടെ പ്രതിപക്ഷ നേതാവ് ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ഞങ്ങൾ സ്ഥലം മേടിച്ച് വീട് വെക്കാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വേണ്ട, ഗവൺമെൻറ് സ്ഥലം കണ്ടെത്തുന്നു, അവിടെ ഒരു ടൗൺഷിപ്പായിട്ട് പണിയണമെന്ന് പറഞ്ഞു. അതിനും നമ്മൾ തയ്യാറായി. അത് തയ്യാറായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവസാനം ഈ പണം സർക്കാരിനെ ഏൽപ്പിക്കണം, സർക്കാർ പണിയുമെന്ന് പറഞ്ഞപ്പോൾ അത് നടക്കില്ല, വേണ്ട എന്നുള്ള നിലയിലേക്ക് ഞങ്ങളുടെ രീതിക്ക് സ്ഥലം കണ്ടുപിടിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവിടെ അത് എന്തായി എന്നുള്ളതാണ് ശ്രീ രാജു പി നായർ പ്രശ്നം. നമ്മൾ ഈ പറയുന്ന രാഷ്ട്രീയ സംഘടനകളെ മാറ്റി നിർത്തിയാൽ തമിഴ്നാട് മുസ്ലിം ജമാഅത്ത് നോക്കൂ, നമ്മുടെ നാട്ടിൽ പോലുള്ള സംഘടനയല്ല. അതുപോലെ വിവിധ സഭകൾ, CSI അടക്കമുള്ള സഭകൾ, സന്നദ്ധ സംഘടനകൾ, എന്തിന് നിങ്ങളുടെ തന്നെ മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനയായ KMCCയുടെ മസ്കറ്റ് ഘടകം ഒരു വീട് വെച്ച് കഴിഞ്ഞ ദിവസം കൈമാറി. മറ്റുള്ളവർക്കൊന്നും ഇല്ലാത്ത ഈ സ്ഥലത്തിന്റെ പ്രശ്നവും ഇതുമാതിരിയുള്ള കൺഫ്യൂഷനും എങ്ങനെയാണ് നിങ്ങൾക്ക് മാത്രം? എങ്ങനെയാ ഒരു സർക്കാരിന് സ്ഥലത്തിന്റെ കൺഫ്യൂഷൻ ഉണ്ടായെന്ന് അഭിലാഷ് ഒന്ന് പറയും. സർക്കാരിന്റെ 100 വീട് വെക്കാൻ വേണ്ടി കോൺഗ്രസിന് സ്ഥലം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അങ്ങ് ആരോപണമായിട്ട് പറയട്ടെ അങ്ങ് പറയുന്നു. സർക്കാരിന് സ്ഥലം കണ്ടെത്താൻ കഴിയാഞ്ഞത് എങ്ങനെയാ? മാസങ്ങളോളം ഇല്ലേ? കേസിൽ കിടക്കുന്ന വസ്തു എടുത്ത് അക്വയർ ചെയ്യാൻ പോയതും അതിനെ തുടർന്നുണ്ടായ നിയമ നടപടികൾ ഉൾപ്പെടെ എല്ലാം അറിയാലോ. അപ്പോൾ ഒരു സർക്കാരിന് സ്ഥലം കണ്ടുപിടിക്കാൻ 8 മാസം വേണ്ടി വന്നെങ്കിൽ അതിനുശേഷമുള്ള 3 മാസമല്ലേ ഞങ്ങളിപ്പോൾ സ്ഥലം അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പം ഞങ്ങൾ സ്ഥലം കണ്ടെത്തി ഞങ്ങൾ വീട് വെച്ചോളാം. കർണാടക സർക്കാർ 100 വീട് കൊടുക്കാമെന്ന് പറഞ്ഞു. കർണാടക സർക്കാർ 100 വീട് കൊടുക്കാമെന്നൊരു സർക്കാർ കേരള സർക്കാരിനെ ഔദ്യോഗികം അറിഞ്ഞിട്ട് അതിനൊരു മറുപടി കൊടുക്കാൻ പോലും ഈ സർക്കാർ തയ്യാറായിരുന്നില്ല. അവസാനം ആ മുഖ്യമന്ത്രിക്ക് 2ാമത് കത്തെഴുതേണ്ടി വന്നു. ഞങ്ങൾ 100 വീട് നൽകാം എന്ന് പറഞ്ഞിരുന്നു, നിങ്ങൾ ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് എന്താണ് വേണ്ടത് എന്നുള്ളൊരു കത്ത് ചർച്ച ചെയ്ത് അഭിലാഷനും ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വലിയ ഗുരുതരമായ വീഴ്ച വന്നു. നോക്കൂ, 772 കോടി രൂപ ഈ സർക്കാർ CMDRFൽ പാവപ്പെട്ട മനുഷ്യരുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ ചെലവ് എത്രയാണ് വന്നിരിക്കുന്നത്? മൊത്തം ചെലവ് ഇന്ന് വരെ ഒരു വർഷമാകുമ്പോൾ 772.11 കോടി സാധാരണ മനുഷ്യർ കൊടുത്ത പണത്തിൽ നിന്ന് 91 കോടി 74 ലക്ഷം രൂപ മാത്രമാണ് ഇതുവരെ ചെലവാക്കിയത്. ഇതുവരെ ഇല്ലേ? അതിലേതാ 43.56 കോടി ഈ സ്ഥലം ഏറ്റെടുക്കുന്നതിന് ആ എലിസ്റ്റൺ എസ്റ്റേറ്റിന് കൊടുത്തത് ഉൾപ്പെടെയാണ് ഈ പണം ചെലവാക്കിയിരിക്കുന്നത്.
സാധാരണക്കാരായ മനുഷ്യർക്ക് അവരുടെ വാടക കൊടുക്കുന്നതിന് വേണ്ടി 50 ലക്ഷം രൂപ മാത്രമാണ്. 402ഓളം കുടുംബങ്ങൾ അവിടെ പോയി. 50 ലക്ഷം രൂപ മാത്രമാണ് ഒരു വർഷം കൊണ്ട് ഈ സർക്കാർ ചെലവാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ അവർക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള റെന്റ് ലൈവ്ലിഹുഡ് 300 രൂപ വെച്ച് കൊടുക്കും. 3.62 കോടി. അഭിലാഷേ, നിങ്ങൾ എത്ര പ്രാവശ്യം റിപ്പോർട്ട് ചെയ്തു? മേപ്പാടിയിലെ താലൂക്ക് ആശുപത്രിക്ക് മുമ്പും അവിടെ കളക്ടറേറ്റിന് മുമ്പിലും നിരന്തരമായി നടന്നു വന്ന സമരം. പാവപ്പെട്ട മനുഷ്യർക്ക് 772 കോടി രൂപ പിരിച്ച് കയ്യിൽ വെച്ചിട്ട് അവർക്ക് അതിനുള്ള ദിവസത്തെ കൊടുക്കേണ്ട വേതനമോ അല്ലെങ്കിൽ കൊടുക്കുന്ന പണമാണ് എങ്കിൽ 300 രൂപ എന്നുള്ളത് പ്രതിദിന ചെലവാണ്. ഒരു ഏണിംഗ് മെമ്പർക്ക് 9,000 രൂപ വെച്ച്, ഒരു കുടുംബത്തിൽ പരമാവധി 2 പേർ, അങ്ങനെയാണെങ്കിൽ 18,000 രൂപ വെച്ച് 6 ഗഡുക്കളായി സർക്കാർ 9 കോടി രൂപ ലൈവ്ലിഹുഡിന് മാത്രമായിട്ട്, അതായത് ഒരാൾക്ക് 9,000 വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി റെന്റിന്റെ കാര്യമാണെങ്കിൽ പ്രതിമാസം 6,000 രൂപ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഈ സർക്കാരിന്റെ ഇപ്പൊ സർക്കാർ 15 ലക്ഷം രൂപ വീതം കൊടുത്തുവല്ലോ വീട് ടൗൺഷിപ്പിൽ ഓപ്റ്റ് ചെയ്യാത്ത ആളുകൾക്ക്. അവരുടെ ഈ ജൂണിലെയും ജൂലൈയിലെയും വാടക അടക്കം ഈ 6,000 കൊടുക്കും എന്നും അറിയിച്ചു കഴിഞ്ഞു. ഇവിടുത്തെ പ്രശ്നം അതല്ല, നമുക്കത് വേണമെങ്കിൽ ചർച്ച ചെയ്യാം. സർക്കാർ എത്ര ചെലവഴിച്ചു എന്നുള്ളത് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം, നിശ്ചിതമായും ചർച്ച ചെയ്യാം. പക്ഷേ അതിനു മുമ്പ് മർമ്മപ്രധാനമായ ഒരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ്. അല്ല, അത് നമുക്ക് ചർച്ച ചെയ്യാം, ചർച്ച ചെയ്യാം. പക്ഷേ ഞാൻ ആദ്യം ഉന്നയിച്ച വലിയ വിഷയമുണ്ടല്ലോ, ഒരാഴ്ചക്ക് മുമ്പ് പോലും മാതൃഭൂമിയുടെ ഉൾപ്പെടെയുള്ള ക്യാമറ സംഘങ്ങൾ ഉൾപ്പെടെ അവിടുത്തെ പ്രതിഷേധം നിങ്ങൾ ഇത് ചെയ്തില്ലേ? നിങ്ങളുടെ പ്രതിഷേധം കവർ ചെയ്തല്ലേ? അവർക്ക് വാടക കിട്ടാത്തവരുടെ പ്രതിഷേധം നിങ്ങൾ കവർ ചെയ്തല്ലേ? അവിടുത്തെ ദിവസവേതനം കിട്ടാത്തവരുടെ പ്രതിഷേധം നിങ്ങൾ കവർ ചെയ്തല്ലേ? അവിടെ പൂർണ്ണമായിട്ടുള്ള ഒരു ലിസ്റ്റ് പോലും ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഒരു വർഷമായിട്ട് ആരൊക്കെയാണ് ദുരന്തബാധിതർ, ആർക്കൊക്കെയാണ് ആനുകൂല്യം ലഭിക്കേണ്ടതെന്നുള്ള ലിസ്റ്റ് പോലും ഇതുവരെ ആയിട്ടില്ല. കഴിഞ്ഞ ദിവസമാണ് ആ ലിസ്റ്റിൽ കുറെ മനുഷ്യർ പെടാത്തത് കൊണ്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ഞങ്ങൾക്ക് ആനുകൂല്യം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന കാഴ്ച, ബഹിഷ്കരണം നമ്മൾ കണ്ടത്. അപ്പോൾ ഒരു സർക്കാർ എന്ന രീതിയിൽ കയ്യിൽ പണം ഇരുന്നിട്ട് കൂടി അത് മുഴുവൻ ആ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ മുഴുവൻ അട്ടിമറിച്ച ഒരു സർക്കാർ. ആ സർക്കാർ ഇന്ന് അവരുടെ കഴിവുകേട് ഏതൊക്കെയോ ഒരു രീതിയിൽ പറയും. ഞാൻ ഈ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഈ ബോബി ചെമ്മണ്ണൂർ 150 ഏക്കർ സ്ഥലം കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ, ഇല്ലേ? എത്രയോ സംഘങ്ങൾ സ്ഥലം കൊടുക്കുമെന്ന് പറഞ്ഞു. സർക്കാർ ഈ പറഞ്ഞ സ്ഥലം കൊടുക്കാന്ന് പറഞ്ഞ ഏതെങ്കിലും സന്നദ്ധ സംഘടനകളുമായിട്ട് അവരൊരു ഏകോപനം ഉണ്ടാക്കിയോ? ആ 150 ഏക്കർ കൊടുക്കാമെന്ന് പറഞ്ഞ സ്ഥലം, ആ സ്ഥലം കിട്ടിയിരുന്നെങ്കിൽ ഈ പറയുന്ന സന്നദ്ധ സംഘടനകൾ വയനാട്ടിലെ ഭൂമിയുടെ പ്രശ്നമാണ്, ഏതൊക്കെ ഭൂമിയാണ് നിയമപരമായിട്ടുള്ളത് എന്നൊക്കെ ഏറ്റവും കുറഞ്ഞത് വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ചുമതല ഉണ്ടായിരുന്ന താങ്കൾക്ക് അറിയാവുന്ന വിഷയമാണല്ലോ. ഞാൻ അത്തരം ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പോൾ ചോദിക്കാനുള്ള ഏറ്റവും ആദ്യത്തെ ചോദ്യം അതല്ല. വളരെ പ്രധാനപ്പെട്ട ബാക്കി നിൽക്കുന്നുണ്ട്. ഈ പറഞ്ഞ സ്ഥലത്തിന്റേതടക്കമുള്ള വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടുത്തെ ആദ്യത്തെ പ്രശ്നം എന്താണ്? 30 വീടുകൾ നിർമ്മിച്ചു നൽകാം എന്ന് യൂത്ത് കോൺഗ്രസ് പറയുന്നു. ആദ്യം 25 വീടുകൾ നിർമ്മിച്ചു നൽകാമെന്ന് ഡിവൈഎഫ്ഐ പറഞ്ഞു. 25 വീടുകൾ നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ ഡിവൈഎഫ്ഐ 20 കോടി രൂപ സർക്കാരിന് കൈമാറി. എന്ന് പറഞ്ഞാൽ 20 ലക്ഷമാണ് ഒരു വീടിന്റെ ചെലവെന്നാണ് റവന്യൂ വകുപ്പ് കണക്കാക്കുന്നത്. അതായത് 25 വീട് വെച്ച് നൽകാം എന്ന് പറഞ്ഞ ഡിവൈഎഫ്ഐ 100 വീട് വെക്കാനുള്ള പണം സർക്കാരിന് കഴിഞ്ഞ മെയ് മാസത്തിൽ കൈമാറുകയും സർക്കാരുമായി ഒരു ധാരണാപത്രം ഒപ്പിടുകയും ചെയ്തു. 30 വീട് വെച്ച് നൽകാം എന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസിന് ഇതിനോടകം 88 ലക്ഷം രൂപ മാത്രമേ, കേരളത്തിലെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനങ്ങളിൽ ഒന്നായ യൂത്ത് കോൺഗ്രസിന് ഇതുവരെ 88 ലക്ഷം രൂപ മാത്രമേ സമാഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്, അതിനെ താങ്കൾ എങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്യുക ശ്രീ രാജു പി നായർ? അത് എനിക്ക് വലിയ അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ യൂത്ത് കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ ഒരു അസംബ്ലിയിൽ നിന്ന് 50,000 രൂപ മാത്രമാണ് പറഞ്ഞത്. ആ ആദ്യഘട്ടത്തിൽ പിരിക്കേണ്ട പണം പിരിച്ചു കഴിഞ്ഞു. അവിടെ വീട് പണി തുടങ്ങുന്ന സമയത്താണ് ബാക്കി വേണ്ടത്. അതിനകത്ത് യാതൊരു തർക്കവും ഇല്ല. ഞങ്ങൾ പിന്നെ കേരളത്തിൽ രാഹുൽ ഗാന്ധി വന്നിട്ടാണ്, രാഹുൽ ഗാന്ധിയാണ് 100 വീട് പ്രഖ്യാപിച്ചത്. ആ 100 വീടിക്ക് KPCC സമാഹരിക്കുന്ന തുകയ്ക്കപ്പുറം മുഴുവൻ തുകയും അവിടെ ഞങ്ങൾ ഏറ്റെടുത്ത് AICC ഉൾപ്പെടെ നടത്തും. അഭിലാഷിന് അറിയാലോ, രാഹുൽ ഗാന്ധി MP ആയിരുന്ന 5 വർഷം കൊണ്ട് 93 വീടുകൾ പണിതു കൊടുത്ത ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി. MP ആയിരുന്നു, ഇല്ലേ? ഇനിയിപ്പോ ആർക്കാണ് വീട് പണിതു കൊടുക്കാനുള്ളത് എന്ന ചോദ്യം കൂടി അവിടെ ബാക്കി നിൽക്കുന്നു. കാരണം സർക്കാരിന്റെ പട്ടികയിൽ 114 പേർ ഒഴികെ ബാക്കിയുള്ളവർ സർക്കാരിന് ടൗൺഷിപ്പിൽ ബാക്കിയുള്ളവർ കാണിക്കാതെ പദ്ധതി വഴി വീട് നേടുന്നവരാകും. നിങ്ങൾ ആർക്കാണ് വീട് വെച്ച് കൊടുക്കുക? അഭിലാഷൻ ഞാൻ പറഞ്ഞു തരട്ടെ. നോക്കൂ, അവിടെ കാട്ടാന ആക്രമണത്തിൽ മരണപ്പെട്ട കുഞ്ഞവറാനും ഫോറസ്റ്റ് ഓഫീസറായിരുന്ന പോളിനും ഉൾപ്പെടെ
രാഹുൽ ഗാന്ധിയുടെ കൈത്താങ് പദ്ധതിയിലാണ് 93 വീടുകൾ പണിതതിൽ ഉൾപ്പെടുത്തി കൊടുത്തത്. ഈ സർക്കാർ അതുപോലും ചെയ്തിട്ടില്ല. ചോദ്യം ചെയ്യാൻ നിങ്ങളുണ്ടായിരുന്നോ? രാഹുൽ ഗാന്ധി ഈ മന്ത്രിമാർ ഉൾപ്പെടെ അവിടെ ചെന്നിട്ട് ഞങ്ങൾ എല്ലാം നോക്കിക്കോളാം എന്ന് ഈ കാട്ടാന ആക്രമണത്തിൽ മരണപ്പെട്ട ആൾക്കാരുടെ കുടുംബത്തോട് പറഞ്ഞാലേ തിരിഞ്ഞു നോക്കിയോ? പഞ്ചാരക്കൊല്ലിയിലെ രാധയുടെ വീട് രാധയുടെ പണി തീർക്കുന്നത് പ്രിയങ്ക ഗാന്ധിയാണ്. ഉത്തരം രാധയുടെ വീടിന്റെ പണി തീർക്കുന്നത് ഇന്ന് പ്രിയങ്ക ഗാന്ധിയാണ്. 93 വീടുകൾ ആ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ പണി തീർത്ത് താക്കോല് കൈമാറിയത് രാഹുൽ ഗാന്ധിയാണ്. ഈ വീടുകൾ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതിന്റെ സമയത്ത് പണിയും. കർണാടക സർക്കാർ 20 കോടി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ പണം പോലും മേടിക്കാത്ത ഒരു ഗവൺമെന്റ് ആണിത്. പണം സാധാരണക്കാരായ മനുഷ്യർക്ക് അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യം കൊടുക്കാത്ത ഗവൺമെന്റാണ്. നിങ്ങൾക്ക് ആ സർക്കാരിനെ ചോദ്യം ചെയ്യാനുള്ള ആർജവുമില്ലെങ്കിൽ, ആ സർക്കാരിനെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് ആർജവുമില്ലെങ്കിൽ അതിന്റെ പേരിൽ കാര്യങ്ങൾ ചെയ്യുന്ന സംഘടന വേണ്ട. പിന്നെ ഒരു കാര്യം കോൺഗ്രസിന് ഭൂമി വാങ്ങിച്ചു. സേവാഭാരതി തുടങ്ങി നമ്മുടെ പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിലുള്ള എല്ലാ പാർട്ടികളും എന്തെങ്കിലും ഒരു കാര്യം വീടുകൾ വേണ്ടി ചെയ്തു. രാജു പി നായർ, സേവാഭാരതി, മുസ്ലിം ലീഗും അടക്കം. നിങ്ങൾ മാത്രമാണ് അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിന് എന്നോട് കാര്യമില്ല. ചെയ്തെങ്കിൽ ചെയ്തു എന്ന് പറയാം അങ്ങേക്ക്. അല്ല, നിങ്ങളൊന്ന് പറയുന്നേക്കുന്നേ, അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് പറയാനുള്ള സമയമായിട്ടില്ലല്ലോ. അഭിലാഷ് അവിടെ പോയിട്ട് ഈ പറയുന്ന അതിന്റെ മോഡൽ ഹൗസ് എങ്കിലും തീർന്നിട്ടുള്ളത് പറയുന്നില്ല. ഒരു വീടെങ്കിലും ഈ സർക്കാർ ഇത്രയും 100 കണക്കിന് കോടി കൈവച്ചിട്ട് ആ പണം കൊണ്ട് ഒരു മോഡൽ വീടെങ്കിലും തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് അഭിലാഷ് ചോദിക്കും. ഒരു കാര്യം കൂടി പറഞ്ഞു തീർക്കട്ടെ. ഒരു കാര്യം അങ്ങ് തുടർച്ചയായിട്ട് ഇടപെടുന്നതുകൊണ്ടാണ് എനിക്ക് അത്രയും ഇത് ചെയ്യേണ്ടി വരുന്നത്. ഞങ്ങൾ സംബന്ധിച്ചോളം കോൺഗ്രസ് ആണ് ഞങ്ങൾ ഏറ്റിരിക്കുന്നത്. പറയുന്നത് കേൾക്കൂ. കോൺഗ്രസ് ഏറ്റെടുത്ത്, അതിനകത്ത് യൂത്ത് കോൺഗ്രസ് ഏറ്റെടുത്തു. CPM ഇതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു വീട് കൊടുക്കാമെന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? CPM ഒരൊറ്റ വീട് കൊടുക്കാൻ CPM തയ്യാറായിട്ടുണ്ടോ? ഇല്ലല്ലോ. പകരം CPM വേണ്ടി കൂടി DYFഐയുടെ ഞങ്ങൾ അംഗീകരിക്കുന്നു. 100 വീടെന്ന് പറയുന്നത് അംഗീകരിക്കുന്നു. പക്ഷേ CPM പ്രത്യേകം ഒരു ധനസമാഹരണം നടത്തിയിട്ടില്ല. ഞങ്ങൾ കോൺഗ്രസും അതുപോലെ തന്നെ ഞങ്ങൾ യൂത്ത് കോൺഗ്രസും ഉൾപ്പെടെ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് നിൽക്കുന്നത്. CPM പണം പോലും പിരിച്ചിട്ടില്ലല്ലോ. അതിനൊന്നും നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ ഇതാണ് പറഞ്ഞത്, നിങ്ങൾ സർക്കാരിന്റെ പരാജയം മറച്ചു വെക്കുന്നതിന് വേണ്ടി യൂത്ത് കോൺഗ്രസിന്റെ തലയിലേക്ക് കയറിയിട്ട് കാര്യമില്ല. ഞങ്ങൾ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും പണി പൂർത്തിയാക്കി നമുക്ക് മാതൃകയാക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനോടകം തന്നെ ഉണ്ട്. അത് ഞാൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യാം അടുത്ത റൗണ്ടിൽ. ശ്രീ A. റഹീം ഇവിടെ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഇതുവരെ ഒരു മാതൃകാ ഭവനം പോലും പൂർത്തിയായിട്ടില്ല. ഒരു വർഷമായിട്ട് ഈ ദുരിതബാധിതരൊക്കെ വാടക വീടുകളിൽ കഴിയുകയാണ്. വാടകയ്ക്ക് ഞങ്ങൾ 6000 രൂപ ഒരു മാസം കൊടുക്കുന്നുണ്ടല്ലോ എന്ന് അവകാശപ്പെടാം എന്നുള്ളതിനപ്പുറത്ത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സർക്കാരിന്റെ റവന്യൂ മന്ത്രി അവിടെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞ അവലോകന യോഗത്തിന് ശേഷം പറഞ്ഞത് 41 വീടുകളുടെ തറ പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ 41 വീടുകളുടെ തറയേ ആയിട്ടുള്ളൂ ഈ ഒരു കൊല്ലമായിട്ടും. ഇവിടെ പ്രശ്നം എന്താണ്? നിങ്ങളുടെ ചർച്ച എന്താണ്? വയനാട്ടിലെ ദുരിതബാധിതർക്ക് വേണ്ടിയിട്ട് സർക്കാരിൻ്റെ മിഷണറി എന്തെല്ലാം ചെയ്തു, എന്തെല്ലാം ചെയ്തില്ല എന്നതാണോ ചർച്ച? തീർച്ചയായിട്ടും അങ്ങനെ ചർച്ച എടുക്കാം, നമുക്കതിൽ ചർച്ച ചെയ്യാം, അതിൽ വളരെ വിശദമാക്കാം. ഞാൻ പറയട്ടെ. പക്ഷേ ഇവിടെ നിങ്ങൾ പ്രതിപാദിക്കുന്ന വിഷയം ഏത്? ചർച്ച ചെയ്ത് നിങ്ങൾ പ്രതിപാദിക്കുന്ന വിഷയം വയനാടിനെ 1 വർഷമാകുമ്പോഴും പറ്റിച്ച സംഘടനകളേത്? ഇതാണ് പ്രശ്നം. അങ്ങനെ ഒരു ചർച്ച ഉയർന്നു വരാനിടയായ സാഹചര്യം എന്ത്? അത് കുറച്ച് നാളുകൾക്ക് മുമ്പ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പഠന ക്യാമ്പ് നടക്കുന്നു. ആ സംസ്ഥാന ക്യാമ്പിനകത്ത് പ്രതിനിധികൾ ഇത് സംബന്ധിച്ച് ഫണ്ട് വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിശ്ചിതമായ വിമർശനം ഉന്നയിച്ചതായി മാധ്യമങ്ങൾ വ്യാപകമായി വാർത്തകൾ വരുന്നു. ആ വാർത്തയിന്മേലുണ്ടാകുന്ന ഡിസ്കഷൻസ്, ഡെവലപ്മെൻറ്റ്, അതിനെ തുടർന്ന് വിവിധ കോൺഗ്രസിൻ്റെ കമ്മിറ്റികൾ, യൂത്ത് കോൺഗ്രസിൻ്റെ കമ്മിറ്റികൾ, KPC അധ്യക്ഷനും കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വവും എല്ലാം തന്നെ പരാതി അയക്കുന്നു. പരാതികളുടെ പ്രളയമാകുന്നു, ആകെ ജഗപുകയാകുന്നു. ഇതാണ് ഒന്ന്. മറ്റൊന്ന്, ഇതിനോടനുബന്ധിച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പണി കഴിപ്പിക്കാൻ എന്ന് പറഞ്ഞ് ഏറ്റ വീട്, ആ വീടുകൾക്ക് വേണ്ടി വാങ്ങിയ ഭൂമി ന്യായവിലയേക്കാൾ കൂടുതൽ തുകയ്ക്ക് വാങ്ങി എന്നുള്ള വിവാദം പുറത്തു വരുന്നു. ഈ 2 വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ ചർച്ച. ആ ചർച്ചയിൽ ആരോപണ വിധേയനായ ശ്രീ രാജു പി നായരോടായിരുന്നു ആദ്യത്തെ താങ്കളുടെ ചോദ്യം. അദ്ദേഹത്തിന് ഈ ചർച്ചയുടെ ഒരു സിംഹഭാഗം ഇപ്പോൾ ലഭിച്ചു.
അങ്ങയുടെ ചോദ്യത്തിന് ഒരിടത്ത് പോലും അദ്ദേഹം മറുപടി പറയാതെ സർക്കാർ അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, അങ്ങനെ ചെയ്തില്ല എന്ന കുറേ മറുവാദങ്ങൾ ഉന്നയിച്ച് അദ്ദേഹം ഗോൾ പോസ്റ്റ് മാറ്റിവെക്കാനാണ് നോക്കിയത്. ശ്രീ രാജു പി നായരോട് ഞാൻ പറയുന്നു, അങ്ങ് പറഞ്ഞത് എല്ലാം തെറ്റായ കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞതിലേക്ക് വരാം. സർക്കാർ ചെയ്യാനുള്ളതെല്ലാം സർക്കാർ ശരിയായ നിലയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ടെല്ലാം നിങ്ങൾ പറഞ്ഞ കാര്യം കഴിഞ്ഞ ദിവസം എം പിമാരുടെ കോൺഫറൻസിൽ ചർച്ച ഉയർന്നു വരികയും മുഖ്യമന്ത്രി തന്നെ വിശദീകരമായി വളരെ വിശദീകരിച്ച് സംബന്ധിച്ച് മറുപടി തൃപ്തികരമായി പറയുകയും ചെയ്തു. അതെല്ലാം വളരെ വ്യക്തമാണ്. സർക്കാരിൻ്റെ കാര്യത്തിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾ ഈ പറയുന്ന അത്തരം കാര്യങ്ങളിൽ ഒരുപാട് അവ്യക്തതയും നിങ്ങളുടെ വിദണ്ഡവാദങ്ങൾ ഉയർത്തുകയും ചെയ്യുന്നതാണ്. നിങ്ങൾ ഡിഫൻസിലാകുമ്പോൾ നിങ്ങൾ ഞങ്ങളല്ല അവരാണ് കുഴപ്പം എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നതാണ്. ഇവിടുത്തെ പ്രശ്നം അതല്ല. ഇവിടുത്തെ പ്രശ്നം പ്രഖ്യാപിച്ച സംഘടനകൾ, പ്രഖ്യാപിച്ച അതിൻ്റെ പേരിൽ ജനങ്ങളിൽ നിന്ന് പണപ്പിരിവ് നടത്തിയ സംഘടനകൾ ആ പണം എവിടെ കൊണ്ട് കളഞ്ഞു, എവിടെ പുട്ടടിച്ചു, എവിടെ കൊള്ളയടിച്ചു, അത് ശരിയാണോ? ഇതാണ് ചോദ്യം. ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ നിന്ന് നിങ്ങൾ ഉത്തരം പറയാതെ മാറിപ്പോകരുത്. നിങ്ങളിവിടെ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് 25 വീടുകൾ വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞാൽ 30 വീടുകൾ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. എങ്ങനെയാണ് 30 വീടെന്ന കഥ വരുന്നത്? നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ ആ ദുരന്തമുണ്ടായ സന്ദർഭത്തിൽ ആദ്യം അവിടേക്ക് രാത്രിയിൽ ഓടിയെത്തുന്ന ഒരാൾ ഡിവൈഎഫ്ഐയുടെ ഇപ്പോഴത്തെ അവിടുത്തെ ജില്ലാ സെക്രട്ടറി സഖാവ് ഫ്രാൻസിസ്, അന്ന് ജില്ലാ പ്രസിഡന്റാണ്. ആ സഖാവിൻ്റെ നേതൃത്വത്തിലുള്ള ഡിവൈഎഫ്ഐ വോളണ്ടിയർമാർ ഉൾപ്പെടെയുള്ളവരാണ്. വേറെയും രാഷ്ട്രീയത്തിൽപ്പെട്ടവരുണ്ടാകാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചില പേരുകൾ എല്ലാ പാർട്ടികളുടെയും പറഞ്ഞത് ഞാനതാ പറഞ്ഞല്ലോ. ഞാൻ എൻ്റെ ഭാഗമാണ് പറഞ്ഞത്. ഇനി അവർക്ക് ഏതെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടെ, എന്നൊന്നും അഭിപ്രായ ഭിന്നതയില്ല. പ്രശ്നം എന്താണ്? ഡിവൈഎഫ്ഐ അവിടെ ഞങ്ങളൊരാലോചന നടത്തി. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റ് മാധ്യമങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ 25 വീടുകൾ നിർമ്മിച്ചു നൽകും. ഇതായിരുന്നു ഞങ്ങളുടെ എസ്റ്റിമേറ്റ്, ഞങ്ങളുടെ പ്രൊജക്ഷൻ. ഞങ്ങൾ ആ പ്രതീക്ഷയിലാണ് പോയത്. ഞങ്ങളത് പ്രഖ്യാപിച്ച ഉടനെ പിറ്റേ ദിവസം യൂത്ത് കോൺഗ്രസ് പറഞ്ഞു, ഞങ്ങളെന്നാൽ 30 വീട് വെച്ച് നൽകും. അതിനെ എല്ലാവരും സ്വാഗതം ചെയ്തു. യൂത്ത് കോൺഗ്രസ് 30 വീട് വെച്ച് നൽകും. ഞങ്ങൾ 25 വീട് വെച്ചു നൽകാനുള്ള പണപ്പിരിവിന് വേണ്ടി ജനങ്ങളെ സമീപിച്ചു. ഞങ്ങളുടെ എല്ലാ ജില്ലാ കമ്മിറ്റികളും ഇതിനു വേണ്ടി പ്രവർത്തനം സജ്ജമാക്കി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, 1 രൂപ റെസീപ്റ്റ് ഇല്ലാതെ ഞങ്ങൾ പിരിച്ചത് റീസൈക്കിൾ കേരള മാതൃകയിൽ ആക്രി പറക്കിയും അധ്വാനിച്ചും ഹ്യൂമൻ റിസോഴ്സ് സംഭാവന ചെയ്തും വിവിധ ചലഞ്ചുകൾ നടത്തിയും ഒക്കെയാണ് ഞങ്ങൾ ഈ പണം സ്വരൂപിച്ചത്. ജനങ്ങളുമായി നേരിട്ട് കോണ്ടാക്ട് ചെയ്തുകൊണ്ട് ടൺ കണക്കിന് ആക്രി ഡിവൈഎഫ്ഐ ഇതിലൂടെ കേരളത്തിൽ നിന്ന് സമാഹരിച്ചു. ഈ ഒരു പ്രവർത്തന മാതൃകയാണ് കോവിഡ് കാലത്ത് ഞങ്ങൾ ആവിഷ്കരിച്ചു. ഇപ്പോഴത് തുടരുകയാണ്. ഈ പ്രവർത്തന മാതൃകയിലൂടെ 25 വീടിന് ലക്ഷ്യം വെച്ച് നീങ്ങിയ ഞങ്ങൾക്ക് കേരളം മനസ്സറിഞ്ഞു നൽകിയത് 20 കോടിയിലധികം രൂപയാണ്. ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ജനങ്ങൾക്ക് ഡിവൈഎഫ്ഐ എന്ന സംഘടനയിലുള്ള വിശ്വാസമാണ്. ഇതേ സമയം തന്നെയാണ് യൂത്ത് കോൺഗ്രസ് അവർ പ്രഖ്യാപിച്ച 30 വീടിന് വേണ്ടി ഇറങ്ങിയത്. അതിന് അവർക്ക് ഇതുവരെ ലഭിച്ചത് 88 ലക്ഷം മാത്രമെന്നാണ് പറയുന്നത്. അത് സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ, പരാതികൾ, കയ്യിട്ടുവാരൽ, ആക്ഷേപങ്ങൾ, ഒട്ടനവധി കാര്യങ്ങൾ. ഞാൻ പറയുന്നു, ഇങ്ങനെ ചെയ്യേണ്ടതുണ്ടോ? ഇവരിപ്പോൾ എന്താ പറയുന്നത്? ഞങ്ങൾക്ക് ഭൂമി കിട്ടിയില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കരുത്. കേരളത്തിൽ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനോടും പ്രതിപക്ഷ ഉപനേതാവായ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയോടും കൂടിയാലോചിച്ചാണ് ഓരോ കാര്യങ്ങളും ചെയ്ത്. മുഖ്യമന്ത്രി, റവന്യൂ വകുപ്പ് മന്ത്രി, അതോടൊപ്പം തന്നെ ഈ പറയുന്ന എതിർകക്ഷി നേതാക്കൾ എല്ലാം ആലോചിച്ചാണ് പോയത്. പക്ഷെ ഒരു ഘട്ടം എത്തിയപ്പോൾ അവർ പറഞ്ഞു, ഈ വീട് വെക്കുന്നതുമായി ബന്ധപ്പെട്ട ടൗൺഷിപ്പിൻ്റെ കാര്യം എത്തിയപ്പോൾ അവർ പറഞ്ഞു, അത് അവരുടെ ഐഡൻറ്റിറ്റിയോടുകൂടി അവർക്ക് വീട് വെച്ച് നൽകണം എന്ന് പറഞ്ഞതിൽ നിന്ന് പിന്മാറി. യഥാർത്ഥത്തിൽ അത് തെറ്റാണ്. അത് ചെയ്യാൻ പാടില്ലായിരുന്നു. ശരിയാകും, നിങ്ങളുടെ രാഷ്ട്രീയ തീരുമാനം. എങ്കിൽ നിങ്ങളത് നടത്തണ്ടേ? എന്താ സംഭവിച്ചത്? അങ്ങനെ പിന്മാറിയ ഒരു കൂട്ടരാണ് ലീഗ്. ലീഗ് അവിടെ ഭൂമി വാങ്ങി. ആ ഭൂമി വാങ്ങിയതിനെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. വാങ്ങിയ ഭൂമി വീട് പണിയാൻ പറ്റുന്ന ഭൂമിയല്ല. 2, ആ വീട് പണിയാൻ വാങ്ങിയ ഭൂമിയോ അപ്പുറത്തും ഇപ്പുറത്തും 18,000 രൂപ പരമാവധി, അല്ലെങ്കിൽ 20,000 രൂപ സെന്റിന് വിലയുള്ളിടത്ത് 1.25 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങി. ഇതാണ് ആക്ഷേപം. അപ്പോൾ അതിലെന്തിനാണ് അഴിമതി കാണിക്കാൻ പോകുന്നത്? ഇനി അത് പോട്ടെ. ഇനി കോൺഗ്രസിൻ്റെ കാര്യം പറയട്ടെ. വയനാട് പോലൊരു ജില്ലയിൽ പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിൽ ഒരു വീട് വെച്ച് കൊടുക്കാൻ, ഒരു 100 വീട് വെച്ച് കൊടുക്കാനുള്ള ഭൂമി കണ്ടെത്താൻ ശേഷിയില്ലാത്തവരാണ് കേരളം ഭരിക്കാൻ പോകുന്നത്. കേരളം കേട്ടോളണം. ഒരു ഭൂമി കണ്ടെത്താനുള്ള മാനേജ്മെൻറ്റും ശേഷിയും ഒരു ശേഷിയും ഇല്ലാത്തവരാണ് ഇവർ കേരളം ഭരിക്കാൻ പോകുന്നത്. പറ്റിയ ആൾക്കാർ എങ്ങനെയുണ്ട്? കേരളം ഏൽപ്പിക്കാൻ കൊള്ളാലോ. ഇവർ ഭൂമി ഇതുവരെ കണ്ടെത്തിയില്ല. എത്താത്ത ഞങ്ങളുടെ കുറ്റ. അപ്പോൾ സർക്കാർ ഇതിനാ സഹകരിക്കേണ്ട കാര്യം? സർക്കാർ ഏകോപിപ്പിച്ചിട്ടാണോ ലീഗ് ഭൂമി വാങ്ങിയത്? നിങ്ങൾക്ക് ഭൂമി വാങ്ങാലോ. ഇവിടെ എത്രയോ സംഘടനകൾ, ഇതിനകം വാർത്തകൾ പുറത്തു വന്നു. അഭിലാഷ് തന്നെ ഇവിടെ ഉദ്ധരിച്ചു. പോലീസ് അസോസിയേഷൻ, നിരവധി പേർ
വീട് വെച്ച് കൊടുത്തു. ഇനി അതും പോട്ടെ, ഇനി വേറെ രസകരമായ കാര്യം പറയാം. 404 പേരാണ് എൻ്റെ 402 പേരോ ഇല്ലെങ്കിൽ 404 പേരോ സബ്ജക്ട് ടു കറക്ഷൻ 400ഓളം പേരാണ് ഈ പറയുന്ന സർക്കാരിൻ്റെ ഇപ്പോഴിറക്കിയ പട്ടികയിൽ നിലവിലുള്ളത്. ഇനി പട്ടിക അത് സർക്കാരാണ് പറയേണ്ടത്, എനിക്ക് അതിൻ്റെ വ്യക്തതയിലേക്ക് അറിയില്ല. എന്തായാലും ഇപ്പോൾ ഈ പോയിന്റ് ഓഫ് ടൈമിൽ നമുക്ക് 400+ വീടുകളെന്ന് പറയാം. അതിലെ ഒരു 100-ലധികം 100-125 വീടുകൾ അവർ പറഞ്ഞു, ആളുകൾ പറഞ്ഞു ഞങ്ങൾക്ക് ആ വീടുകൾ വേണ്ട എന്ന് പറഞ്ഞു. അവർ 15 ലക്ഷം രൂപ സർക്കാർ അപ്പോൾ തന്നെ അവർക്ക് റിലീസ് ചെയ്ത് കൊടുത്തു. അവർ സ്വന്തം നിലയ്ക്ക് പോവുകയാണ്. അവർക്ക് അങ്ങനെ പോകുമ്പോഴും അവർക്ക് പണം കൊടുത്തു. പണം കൊടുത്തവർക്ക് കൊടുത്ത ഉടനെ വാടക നിർത്തുകയല്ല, 6000 രൂപയുള്ള വാടക തുടർന്നും വരുന്ന മാസങ്ങളിൽ കൊടുക്കും സർക്കാർ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ പാവങ്ങൾ വീട് വേണ്ട എന്ന് സർക്കാരിനോട് പറഞ്ഞ് 15 ലക്ഷം രൂപ വാങ്ങിപ്പോയത് ഈ ലീഗും ഈ കോൺഗ്രസും എല്ലാം വെച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ വീട് കണ്ടിട്ടാണ്. 2 മാസം കൂടി കഴിയുമ്പോൾ അവരുടെ വാടക നിൽക്കും. സർക്കാരിനോട് അവർ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾക്ക് വീട് വേണ്ടാന്ന്. സർക്കാർ 15 ലക്ഷം രൂപ ആ പാവങ്ങൾക്ക് കൊടുത്ത് കഴിഞ്ഞു. ഇനി അങ്ങനെ വന്നാലും ഒരു 100 സംതിങ് പേരെ അങ്ങനെയുള്ളൂ. ലീഗ് തന്നെ 100 വീടെന്നാണ് പറയുന്നത്, എവര് 100 വീടെന്നാണ് പറയുന്നത്, മറ്റേ യൂത്ത് കോൺഗ്രസ് 30 വീടെന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ തന്നെ ഒരു 230 വീടായി. വേറെ സന്നദ്ധ സംഘടനകളൊക്കെ വെച്ചു കൊടുത്ത വീട് വേറെ. അപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ് വ്യക്തമാക്കേണ്ടത് നിങ്ങൾ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ്, നിങ്ങൾ 100 വീടുകൾ വെച്ചു കൊടുക്കാനുള്ള ആളുകളുടെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ടോ? ഇതൊന്ന് പറയണം. ശരി, നിങ്ങൾ ഭൂമി വാങ്ങിയിട്ടില്ല, നിങ്ങൾ 130 വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ. ആ 130 വീട് അതിൻ്റെ പട്ടിക നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടോ? ലീഗ് വാങ്ങിയിട്ടിരിക്കുന്ന ഈ ഭൂമിയിൽ വെച്ച് കൊടുക്കാൻ പോകുന്ന ആളുകളുടെ പട്ടിക അവർ തയ്യാറാക്കിയിട്ടുണ്ടോ? അപ്പോൾ അവിടെ ആർക്കാണ് നിങ്ങൾ വീട് വെച്ച് കൊടുക്കാൻ പോകുന്നത്? ഇതുവരെ വീടിൻ്റെ പണി തുടങ്ങാത്തതെന്ത്? വീടിൻ്റെ ഭൂമി വാങ്ങാത്തതെന്ത്? അടുത്ത് ലീഗ് നിങ്ങളുടെ സഖ്യകക്ഷിയാണ്, അവിടെ ഭൂമി പൊന്നും വിലയ്ക്ക് ഈ കള്ളവിലയ്ക്ക് വാങ്ങിയത് എന്തിന്? അതും നിർമ്മാണം നടത്താൻ പറ്റാത്ത ഭൂമി എന്തിനു വാങ്ങിയത്? കണ്ണിൽ ചോരയില്ലാതെയാണോ ഇത്തരമൊരു ദുരന്ത ഘട്ടത്തിൽ പെരുമാറേണ്ടത്? ശരി, കണ്ണിൽ ചോരയില്ലാതെ പെരുമാറിയോ എന്നുള്ളത് ചോദിക്കാൻ ഞാൻ അദ്ദേഹത്തിന് മറുപടി ഉണ്ടാവും. അതിനു മുൻപ് ശ്രീ എൻ അരുൺ, ഇപ്പോ നിങ്ങൾ 1 കോടി രൂപയാണ് സർക്കാരിന് കൊടുത്തത്. സർക്കാരാണ് അവിടെ അല്ല മറുപടി പറയാൻ സമയം തരാം, നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. ആദ്യത്തെ ഭാഗം താങ്കൾക്കായിരുന്നു താനും. അപ്പോ അല്ല, സർക്കാർ ദുരന്തബാധിതരുടെ പട്ടിക തയ്യാറാക്കി കഴിഞ്ഞോ എന്ന് മാത്രം അദ്ദേഹത്തോട് ചോദിച്ചാൽ, സർക്കാർ ദുരന്തബാധിതരുടെ അന്തിമ പട്ടിക തയ്യാറാക്കി കഴിഞ്ഞോ എന്ന് മാത്രം അദ്ദേഹം പറഞ്ഞാൽ സർക്കാരിന്റെ പട്ടിക ഇല്ലേ? ഇല്ല, അന്തിമ പട്ടിക ആയിട്ടില്ല. അന്തിമ പട്ടിക ഇപ്പോഴും ആയിട്ടില്ല. പട്ടിക ഈ പറയുന്ന പോലെ ആളുകൾക്ക് പൈസ കൊടുത്തത് പറയട്ടെ, സർക്കാരിന്റെ അന്തിമ പട്ടിക ആയിട്ടില്ല. ആ അന്തിമ പട്ടികയിൽ ഉൾപ്പെടാതെ പോയ മനുഷ്യർക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം അവിടെ കൽപ്പറ്റയിൽ നടന്ന ഹിയറിംഗിൽ ആ പട്ടികയിൽ ഉൾപ്പെട്ടവർ പോലും ബഹിഷ്കരിച്ചു. അവസാനത്തെ അവലോകന യോഗത്തിന് ശേഷം മന്ത്രി പറഞ്ഞത് 410 വീടുകൾ 1662 ആളുകൾ എന്നിവർ, ഇത്രയും ആണ് പട്ടിക എന്നുള്ള നിലയിൽ സർക്കാർ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ കൂടുതൽ പേർ വേണം എന്ന ആവശ്യം സർക്കാർ പരിഗണിക്കുന്നുണ്ട് എന്ന കാര്യം കൂടി ആ ഏറ്റവും ഒടുവിലത്തെ അവലോകന യോഗത്തിന് ശേഷം, എന്നായിരുന്നു ഡേറ്റ്, കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആ വിഷയമൊക്കെ ചർച്ച ചെയ്യാം. അതിന് മുൻപ് ഷെയറുൺ, നിങ്ങൾ 1 കോടി രൂപയാണ് അതിനപ്പുറത്ത് ഒരു അവ്യക്തതയില്ല ശ്രീരാജ്. ശരി. അപ്പൊ അതിനപ്പുറത്ത് ഇപ്പൊ 1 കൊല്ലം ആകുമ്പോ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് 1 കൊല്ലമാകുമ്പോൾ അവിടെ ഭവനരഹിതരായ ആളുകളൊക്കെ അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരും, അവരുടെ സ്വന്തം വീടുകളിൽ താമസിക്കുന്ന നിലയാകുമെന്നാണ്. പക്ഷേ സർക്കാരിനെ കൊണ്ട് അതിന് കഴിഞ്ഞിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 41 വീടേ ആയിട്ടുള്ളൂ. സന്നദ്ധ സംഘടനകൾ ചിലർ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്, അത് നമ്മൾ മാതൃകയാക്കി എടുക്കേണ്ടതുമാണ്. പക്ഷേ നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ സംഘടനകൾക്കൊന്നും അതിന് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ചില ആളുകൾക്ക്, മുഖ്യധാര രാഷ്ട്രീയ സംഘടനകൾ അല്ലാത്ത ആളുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എന്തിന്റെ സൂചനയാണ്? അല്ല, അതിലൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് യൂത്ത് കോൺഗ്രസ് പിരിച്ച ഫണ്ട് അല്ല, അതിൽ നിന്ന് തന്നെ ആരംഭിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. യാതൊരു സാമൂഹ്യ പ്രതിബദ്ധതയും ഇല്ലാതെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് യൂത്ത് കോൺഗ്രസ് എന്ന് ഒരിക്കൽ കൂടി തെളിയുന്ന സാഹചര്യമാണിത്. ഇവർക്കിടയിലുള്ള ഗ്രൂപ്പ് വഴക്ക് തർക്കം തന്നെയാണ് ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഈ ഗ്രൂപ്പ് തർക്കങ്ങളൊക്കെ ഒന്നും ഉണ്ടായില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ യൂത്ത് കോൺഗ്രസിലും ഗ്രൂപ്പ് ഉള്ളത് കൊണ്ടാണ് ഇവരാരാണെന്നും ഇവരുടെ തനിനിറവും ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നത് എന്ന കാര്യം ഞാൻ ആമുഖമായി പറയുകയാണ്. AIYF പണം കണ്ടെത്തിയത് ചലഞ്ചുകൾ വഴിയാണ്. AIYF ചലഞ്ചിലൂടെ കണ്ടെത്തിയിട്ടുള്ള പണം കൊടുത്തിട്ടുണ്ട്. ഇനിയും കുറച്ച് തുക
കുറച്ച് മറ്റു തരത്തിലുള്ള പണമല്ലാതെ ഓഫറായി വന്നിട്ടുള്ള തുക കുറച്ചുകൂടി തുക കൊടുക്കാൻ സാധിക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഞങ്ങളേറെ വിശ്വാസത്തോടു കൂടി തന്നെയാണ് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിന് ഈ തുക കൈമാറിയിട്ടുള്ളത്. ആ തുക കൈമാറുമ്പോൾ അതിൽ പൈ വ്യത്യാസമില്ലാതെ അത് ചെലവഴിക്കാൻ സാധിക്കും ജനങ്ങൾക്ക് വേണ്ടി, ദുരിതബാധിതർക്ക് വേണ്ടി എന്ന കാര്യത്തിൽ നല്ല ഉറപ്പ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. ഞങ്ങൾ വീട് പണി കഴിച്ച് കൊടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരുന്നത്. ഞങ്ങൾ ഈ വീടിൻ്റെ കാര്യത്തിൽ ഓഫർ കൊടുത്തത് 31-ാം തീയതി വൈകിട്ടാണ്. ഞങ്ങളും DYFI ഉൾപ്പെടെയുള്ളവർ 31-ാം തീയതി വൈകിട്ടാണ് അത്തരത്തിൽ ഓഫർ കൊടുത്തത്. 30-ാം തീയതി ദുരന്തം ഉണ്ടായി, 31-ാം തീയതി വൈകിട്ടാണ് അത്തരത്തിലൊരു തീരുമാനമെടുത്തത്. DYFI 25 വീട് കൊടുക്കും എന്ന തീരുമാനം എടുത്തു. ഞങ്ങൾ വീട് കൊടുക്കുമെന്ന തീരുമാനം എടുത്തപ്പോൾ ഞങ്ങളും ആ ഘട്ടത്തിൽ, നമുക്കൊന്നും സമാനതകളില്ലാത്ത ദുരന്തമാണ്, എത്തരത്തിലായിരിക്കുമെന്ന ധാരണ പോലും ഇല്ല. ആ സമയത്ത് സ്ഥലം കണ്ടെത്തി വീട് വെക്കാം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ധാരണ. പക്ഷേ ഇത്രമാത്രം വീടുകളുടെ എണ്ണം വന്നതും ഇത്രമാത്രം വീടുകൾ വെച്ചു കൊടുക്കേണ്ട ഒരു അനിവാര്യത അവിടെ കടന്നു വരുന്ന സാഹചര്യം ഉണ്ടായി. അതിനെ തുടർന്ന് ഈ തുക ഗവൺമെൻറ്റിന് ഞങ്ങൾ ആവശ്യപ്പെട്ടു, കത്ത് കൊടുത്തു. അതിനെ തുടർന്ന് ഡിസംബർ മാസം വിളിച്ചു ചേർത്ത യോഗത്തിൽ, ഡിസംബർ മാസം 27-ാം തീയതി വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുക്കുമ്പോഴാണ് പറഞ്ഞത്, ഒരു വീടിന് 20 ലക്ഷം രൂപ ചെലവ് എന്ന രീതിയിൽ കണക്കാക്കിക്കൊണ്ട് സർക്കാർ തന്നെ സ്ഥലം കണ്ടെത്തി, സർക്കാർ തന്നെ വിലയ്ക്ക് സ്ഥലം കണ്ടെത്തി ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കും എന്ന ഒരു അറിയിപ്പ് ഞങ്ങൾക്ക് ലഭിക്കുകയും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ചാലഞ്ചുകൾ വഴി ലഭിച്ചിട്ടുള്ള തുക പരിപൂർണമായും സർക്കാരിനെ ഏൽപ്പിക്കും എന്ന അറിയിപ്പാണ് ഞങ്ങൾ കൊടുത്തത്. അതിനുശേഷം 4-ാം തീയതി, ജനുവരി 4-ാം തീയതി, തൊട്ടടുത്ത ആഴ്ച തന്നെ 4-ാം തീയതിയും യോഗം ചേർന്നിരുന്നു. ഈ 2 യോഗങ്ങളിലും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ പങ്കെടുത്തിരുന്നില്ല. എന്തുകൊണ്ടാണ് അവർ ആ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നത്? അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനം ജനങ്ങളെ വഞ്ചിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണെന്ന ബോധ്യം അവർക്കുള്ളതുകൊണ്ട് തന്നെ ആ യോഗത്തിൽ പങ്കെടുത്താൽ ചിലപ്പോൾ പല കാര്യങ്ങൾക്കും മറുപടി പറയേണ്ടി വരും എന്ന ബോധ്യം അവർക്കുള്ളതുകൊണ്ടാണ് അവർ ആ യോഗത്തിൽ ഉൾപ്പെടെ പങ്കെടുക്കാതിരുന്നത്. അതുമാത്രമല്ല, കേരളത്തിൽ 140 നിയോജക മണ്ഡലങ്ങളിൽ നിന്നായിട്ട് യൂത്ത് കോൺഗ്രസ് കളക്ട് ചെയ്തതായി അവരുടെ പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത് 88 ലക്ഷം രൂപയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ പത്തനംതിട്ട, എറണാകുളം, ആലപ്പുഴ, കണ്ണൂർ ഉൾപ്പെടെയുള്ള കമ്മിറ്റികൾ പറഞ്ഞിട്ടുള്ള എന്താണ്? സത്യസന്ധമായിട്ടുള്ള എമൗണ്ട് അല്ല സംഘടനയുടെ പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത് എന്ന്. പല സ്ഥലങ്ങളിലും പിരിച്ച എമൗണ്ടിനെ കുറിച്ച് വ്യക്തമായ ധാരണ പോലും യൂത്ത് കോൺഗ്രസ് ഇല്ല എന്ന് പറയുന്നു. ഈ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതിനപ്പുറത്ത് ഈ നാട്ടിലെ ജനങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിഷയത്തിൽ ഞാൻ അഭിലാഷ് ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. 1 വർഷം തികയാൻ പോവാണ്, തർക്കമില്ല, 1 വർഷം തികയാൻ പോവാണ്. വയനാട് പോലൊരു സ്ഥലത്ത് നമുക്കറിയാം ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളുള്ള, പാരിസ്ഥിതിക ലോലമായിട്ടുള്ള പ്രദേശമാണ്. അവിടെ സ്ഥലം കണ്ടെത്തുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ സ്ഥലം കണ്ടെത്തുകയും 1-ാം തീയതി, നവംബർ മാസം 1-ാം തീയതി തറക്കല്ലിട്ട് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും, ഈ ഗവൺമെൻറ് അതായത് ദുരിതബാധിതരായിട്ടുള്ള, അർഹരായിട്ടുള്ള എല്ലാവർക്കും തന്നെ വീട് വെച്ച് കൊടുക്കും. ആ വീട് വെച്ച് കൊടുക്കാനുള്ള പ്രവർത്തനമാണ് ആരംഭിച്ചിട്ടുള്ളത്. അന്തിമ പട്ടിക പറഞ്ഞിട്ടുണ്ട്. ആ അന്തിമ പട്ടികയാണ് 410 വീട് എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ 410-ന് അപ്പുറത്ത് വീടുകൾ ആവശ്യപ്പെട്ട ആളുകൾ നിൽക്കുന്നുണ്ട്. അതാണ് ഇദ്ദേഹം പറയുന്നത് അന്തിമ പട്ടിക അല്ല എന്ന്. ആ ആവശ്യപ്പെട്ടിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ പരിഗണിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പരിഗണിക്കാം എന്ന് പറഞ്ഞ ആളുകൾ പരിഗണിക്കും. അതുകൊണ്ട് തന്നെ അന്തിമ പട്ടിക ആയില്ല എന്നൊക്കെ പറയുന്നത് വാദത്തിന് വേണ്ടി പറയുന്ന വർത്തമാനങ്ങളാണ്. ശരി, ഓക്കെ. എനിക്കൊരു ഇടവേള അത്യാവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം ഞാൻ രാജു പി നായരിലേക്ക് വരാം. ചർച്ചയിലേക്ക് വീണ്ടും. ശ്രീ രാജു പി നായർ, നമുക്ക് ഈ പൊളിറ്റിക്കൽ റെട്ടറിക്കിന് അപ്പുറത്ത് കാര്യങ്ങൾ ഓരോന്നായി പരിശോധിച്ചു പോയാൽ പല പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ഇതിനോടകം തന്നെ ഈ ചർച്ചയിൽ ചൂണ്ടിക്കാണിച്ചു. നോക്കൂ, കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഈ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്ന് പ്രിയങ്ക ഗാന്ധി പ്രതിനിധീകരിക്കുന്നു. കോൺഗ്രസിന്റെ നിയമസഭാ മണ്ഡലം, കോൺഗ്രസിന്റെ ജില്ലാ പഞ്ചായത്ത്, നിങ്ങൾക്ക് വലിയ സ്റ്റേക്കുള്ള ഒരു സ്ഥലമാണ്. അവിടെ നടന്നിട്ടുള്ള ഒരു വലിയ ദുരന്തമാണ്. ആ ദുരന്തത്തിൽ ദുരന്തബാധിതരെ സഹായിക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം എന്തൊക്കെ ചെയ്തു എന്ന് ജനങ്ങളെ ബോധിപ്പിക്കണ്ടേ? സർക്കാർ ചെയ്തത് സർക്കാർ പറഞ്ഞോട്ടെ, അത് വേറെ വിഷയം. നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളത് ജനങ്ങളോട് പറയണ്ടേ? സ്ഥലം അവിടെ അന്വേഷിക്കുകയെങ്കിലും ചെയ്തിരുന്നോ? മുസ്ലിം ലീഗ് സ്ഥലം വാങ്ങിയതിന്റെ പ്രശ്നം വേറെ, അതവിടെ നിൽക്കട്ടെ. സ്ഥലം അന്വേഷിക്കുകയെങ്കിലും ചെയ്തിരുന്നോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. അഭിലാഷേ, അങ്ങയുടെ പത്രം ഉൾപ്പെടെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മേപ്പാടിക്കടുത്ത് സ്ഥലം അന്വേഷിച്ചിരിക്കുന്നതും അത് അവിടെ കോൺഗ്രസിൻ്റെ വീടുകൾ പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ തുടങ്ങാറായി എന്ന് മാതൃഭൂമിയും ഏഷ്യാനെറ്റ് ഉൾപ്പെടെ വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു.
നിങ്ങൾ കള്ളക്കഥ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കിക്കോ, കുഴപ്പമില്ല. അല്ല, ഓക്കേ, പറഞ്ഞാൽ മതി. എനിക്ക് അറിയില്ല, അതുകൊണ്ട് ചോദിച്ചോട്ടെ, താങ്കൾക്ക് വിശദീകരിക്കാലോ. പിന്നെ ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഞാൻ അഭിലാഷ് റഹീമും മറ്റൊരു സുഹൃത്തും സംസാരിച്ചപ്പോൾ അഭിലാഷ് ഇടപെട്ടിട്ടേ ഇല്ല. അഭിലാഷ് കോൺഗ്രസിന്റെ വീടുകൾ ഇല്ലാത്തതാണ് അഭിലാഷിന്റെ ഏക പ്രശ്നം. അതിന് പിണറായി വിജയനെ രക്ഷപ്പെടുത്താനാണ് അഭിലാഷ് ഇരുന്ന് പറഞ്ഞോ. ഞാൻ മിണ്ടാതിരിക്കാം. അല്ലല്ല എന്റെ ആദ്യഘട്ടത്തിൽ 5 തവണ ഇടപെട്ടു. റഹീം പറഞ്ഞ ഒരു മിനിറ്റ് അഭിലാഷ് പറയുകയാണ്, ഞാൻ മിണ്ടുന്നില്ല. റഹീം പറയുന്ന പച്ചക്കള്ളത്തിന് പച്ചക്കള്ളത്തിന് ഒരിക്കൽ പോലും ഇടപെട്ടില്ല. ഞാൻ പറയട്ടെ അഭിലാഷ്, അഭിലാഷ് എന്നോട് ആദ്യഘട്ടത്തിൽ ചോദിച്ചാൽ യൂത്ത് കോൺഗ്രസ് ഫണ്ട് വെട്ടിപ്പ് നടത്തിയോന്ന് ചോദിച്ചോ? ഞാൻ ചോദിച്ചിരുന്നു. എന്റെ അടുത്ത് ഞാൻ ചോദിച്ചില്ല. ഇല്ലല്ലോ, സമാഹരിച്ചില്ലെന്നല്ലേ ചോദിച്ചത്? അതെ, അതാണ് എന്റെ പ്രശ്നം. റഹീം ആദ്യം പറഞ്ഞപ്പോ ഞാൻ പറയട്ടെ അഭിലാഷൻ, ഞാൻ പറയട്ടെ അഭിലാഷ് എന്നോടല്ലേ ചോദിച്ചത്, അതിനുള്ള മറുപടി ഫണ്ട് വെട്ടിപ്പ് നടത്തിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറയട്ടെ എന്റെ സമയത്ത് ഞാൻ പറയട്ടെ. അവിടെ അഭിലാഷ് എന്റെ അടുത്ത് ചോദിച്ചത് ഫണ്ട് സമാഹരിക്കുന്നതിൽ വീഴ്ച വന്നു എന്നുള്ളതാണ്. അങ്ങേക്ക് ബോധ്യം ഉണ്ടായിരുന്നു ഫണ്ട് വെട്ടിപ്പ് നടന്നിട്ടില്ല, സമാഹരിക്കുന്നതിൽ വീഴ്ച. റഹീം ഫണ്ട് തട്ടിപ്പ് എന്ന് പറഞ്ഞപ്പോ അഭിലാഷ് ഇടപെട്ടില്ലല്ലോ. ഞാൻ അതല്ല രാജു പി നായരോട് ചോദിച്ചത്. അതിനകത്ത് വന്നിരിക്കുന്ന പണം അങ്ങനെ നിങ്ങൾ ഇങ്ങനെ ഇടപെടല്ലേ? എന്നാ നിങ്ങൾ സംസാരിച്ചോ. അല്ല, എന്നോടല്ലേ അങ്ങ് ചോദിച്ചത്? കുഴലൂത്തൊന്നുമായിട്ട് അഭിലാഷം ഇങ്ങോട്ട് വരരുത്. ഇതിൽ പിണറായി വിജയനുള്ള കുഴലൂത്തായിട്ട് രാജു പി നായർ ഇതൊക്കെ വേറെ പഴയ നമ്പറാണോ? ഇവിടെ ചെലവാവില്ലേ? എന്നെ ചോദ്യം ചെയ്യുമ്പോൾ മറുപടി പറയാനുള്ള സമയം തരണം. ഉത്തരവില്ലെങ്കിൽ ഉത്തരവില്ല എന്ന് പറഞ്ഞാൽ മതി. ചോദ്യം ചോദിക്കുന്നവരെ ആക്ഷേപിക്കുക എന്നുള്ളത് നല്ല മാസമൊന്നുമല്ല. അതുകൊണ്ട് കാര്യമൊന്നുമില്ല. ഇപ്പൊ എന്നെ നിങ്ങൾ എന്ത് ആക്ഷേപിച്ചാലും 88 ലക്ഷം രൂപയെ യൂത്ത് കോൺഗ്രസിന് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്ന വസ്തുത അവിടെ നിൽക്കും. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. റഹീം, നിങ്ങളുടെ ചർച്ചയുടെ ടോപ്പിക്കിനെ ചോദ്യം ചെയ്തിട്ട് ആത്മാഭിമാനം പോയില്ലാതെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞതാണെന്ന് നിങ്ങൾ അങ്ങോട്ട് പറയുമ്പോൾ ഞാൻ ഇടപെടാറുണ്ടോ? ഇപ്പൊ എന്താണ് വേറെ എന്തൊക്കെ രാഷ്ട്രീയ ആരോപണങ്ങൾ അങ്ങോട്ട് ഉന്നയിച്ചല്ലോ, ഞാൻ ഇടപെടുന്നുണ്ടോ? ഇല്ല. അതൊക്കെ രാഷ്ട്രീയ ആരോപണങ്ങൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കുക. എന്റെ മുമ്പിലുള്ള വിഷയമാണ്, അതിനുള്ള ചോദ്യങ്ങളാണ്. യൂത്ത് കോൺഗ്രസ് ഫണ്ട് വെട്ടിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഫണ്ട് കളക്ട് ചെയ്യാത്തത് എന്തുകൊണ്ട് എന്നുള്ളതാണ് എന്റെ ചോദ്യം. മറുപടി പറയട്ടെ. എന്നോട് ചോദിച്ചതിന് മറുപടി പറയട്ടെ. പറയൂ. അങ്ങ് പകരം എന്നെ ആക്ഷേപിക്കുകയാണ്. മറുപടി ഉണ്ടെങ്കിൽ അത് പറയൂ. ഞങ്ങൾക്ക് മറുപടി പറയാനുള്ള സമയം തരൂ. അതിന് ഞാൻ റെഡിയാണ്. പകരം എന്നെ ആക്ഷേപിച്ചാൽ ഞാൻ കേട്ടോണ്ടിരിക്കണോ? താങ്കൾ എന്താ അടിസ്ഥാനത്തിലാണ് ഞാൻ പിണറായി വിജയന്റെ കുഴലൂത്ത് നടത്തുകയാണെന്ന് പറഞ്ഞത്? മുട്ടിലരയല്ലേ? അതാണ് എനിക്കും പറയാനുള്ളത്. ഉത്തരം ഉണ്ടെങ്കിൽ പറയൂ ശ്രീ രാജു പി നായർ. പിന്നെ നിങ്ങളുടെ ഇങ്ങനെ ഇമാതിരിയുള്ള വർത്താനമൊക്കെ കേട്ട് കഴിഞ്ഞാൽ പേടിച്ചു പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അത് അതവിടെ വെച്ചാൽ മതി, അത് കയ്യിൽ വെച്ചാൽ മതി. ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത് ചോദിക്കും. ഏത് പൊന്നു മോനോടും ചോദിക്കും, രാജു പി നായരോടും ചോദിക്കും കേട്ടോ. അതുകൊണ്ട് ഇതുമാതിരിയുള്ള ഭാഷയൊക്കെ നിങ്ങളുടെ യോഗങ്ങളിൽ ചേരുമല്ലോ, അവിടെ ഉന്നയിച്ചോളൂ പരസ്പരം. അങ്ങനെ ഉന്നയിച്ചിട്ടാണല്ലോ ഇതൊക്കെ പുറത്തേക്ക് വന്നത്. അതവിടെ ഇങ്ങോട്ട് ഞാൻ വളരെ മാന്യമായിട്ട് അങ്ങോട്ട് ചോദ്യം ചോദിച്ചു. അങ്ങേക്ക് ഉത്തരമുണ്ടെങ്കിൽ പറയൂ. ഉത്തരം മുട്ടെങ്കിൽ അങ്ങ് പറയേണ്ട, വേറെ എന്തെങ്കിലും പറഞ്ഞോളൂ, എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ഇങ്ങോട്ട് ആക്ഷേപിച്ച് ഞാൻ അങ്ങോട്ടും പറയൂ, അത്രേ ഉള്ളൂ. യൂത്ത് കോൺഗ്രസിനെ ചാരി പിണറായി വിജയനെ രക്ഷപ്പെടുത്തലാണ്. എന്തിനാ? ഇവിടെ പിണറായി വിജയൻ കക്ഷിയല്ലല്ലോ. 30 വീട് നിർമ്മിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ ആളുകൾ 1 കൊല്ലം കഴിഞ്ഞിട്ട് 88 ലക്ഷം രൂപയെ സമാഹരിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് നാണക്കേടാണ് ശ്രീ രാജു പി നായർ. അത് നാണക്കേടാണ് എന്ന് മാത്രമല്ല. അതെ, ഞാൻ പറയട്ടെ. അല്ല, നാണക്കേട് ഞാൻ ചൂണ്ടിക്കാണിച്ചാൽ അങ്ങ് എന്നെ പിണറായി ഞാൻ നയിച്ച എത്രയോ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്. പിണറായി വിജയനെ അതിരൂക്ഷമായി വിമർശിക്കേണ്ട ഘട്ടങ്ങളിൽ ഞാൻ വിമർശിച്ചിട്ടുണ്ട്. താങ്കൾക്ക് ആ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. സമരത്തിനും പോലീസ് നടപടി നേരിടേണ്ടി വരുമ്പോ അഭിലാഷിന് അപ്പോഴായിരുന്നു നാണക്കേട് തോന്നേണ്ടിയിരുന്നത്. ഈ സുരക്ഷാബാദർ അവിടെ ചെന്ന് സമരം ചെയ്യുമ്പോൾ പോലീസ് നടപടി നേരിട്ടു. ആ പോലീസ് നടപടി നേരിടുമ്പോഴായിരുന്നു അങ്ങേക്ക് ഈ പറയുന്ന നാണക്കേട് തോന്നേണ്ടത്. എനിക്ക് നാണക്കേട് തോന്നുന്ന സന്ദർഭങ്ങളിലൊക്കെ ഞാനത് പറഞ്ഞിട്ടുണ്ട്. അങ്ങ് എന്റെ എത്രയോ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട് ശ്രീ രാജു പി നായർ. അന്ന് മിക്കവാറും ഘട്ടങ്ങളിലൊക്കെ അന്ന് എന്റെ കൂടെ ആയിരുന്നു. കാരണം എന്താണെന്നറിയോ, ഞാൻ സർക്കാരിനെ വിമർശിക്കായിരുന്നപ്പോ ഇപ്പൊ നിങ്ങളാണ് വിമർശനം മുന്നിൽ. ആ വിമർശനം പറയുന്നത് അസഹിഷ്ണുത കാണിക്കുന്നത് എന്തിനാണെന്ന്. അപ്പൊ തന്നെ ഡിവൈഎഫ്ഐ വന്നിട്ട് 100 വീടുകൾ പറഞ്ഞു. അപ്പൊ തന്നെ ദുരന്തം നടന്നതിന്റെ ആ ആഴ്ച തന്നെ കർണാടക മുഖ്യമന്ത്രി 100 വീട് പറഞ്ഞു. അങ്ങ് ചോദിച്ചല്ലോ ദേശീയ നേതാക്കന്മാരുണ്ടെന്ന്. പ്രിയങ്ക ഗാന്ധി MP ആയിരിക്കുന്നതുകൊണ്ടും രാഹുൽ ഗാന്ധി MP ആയിരിക്കുന്നതുകൊണ്ടുമാണ് കർണാടക സർക്കാർ അവിടെ 100 വീട് പറഞ്ഞത്. എന്നാ പറഞ്ഞത്? ദുരന്തം നടന്നപ്പോൾ തന്നെ പറഞ്ഞു 29/12/2024 കർണാടക മുഖ്യമന്ത്രി പിണറായി വിജയൻ എഴുതിയൊരു കത്തിന്റെ വായിക്കാം.
It is concerning that no communication has been received from the government of Kerala regarding the necessary guidelines or directions to implement the project. 20 കോടി രൂപ കർണാടക സർക്കാർ കേരളത്തിന് പണം കൊടുക്കാം, വീട് പണിത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് 7 മാസമായിട്ടും സർക്കാരിന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ പോലും ഇല്ല എന്ന് കർണാടക ഗവൺമെന്റ് കേരള ഗവൺമെന്റിന് കത്തെഴുതേണ്ടി വന്നു. ഇതാണോ ദുരിതാശ്വാസത്തിലെ ഏറ്റവും മികച്ച മാതൃക? ദുരിതാശ്വാസത്തിന്റെ മികച്ച മാതൃകയാണോ അല്ലയോ എന്ന് ഞാൻ ചോദിച്ചില്ല. ശരി, 100 വീട് കോൺഗ്രസ് പണിയാൻ പ്രഖ്യാപിച്ചല്ലോ. 100 വീടിന് വേണ്ടി നിങ്ങൾ എത്ര രൂപ സമാഹരിച്ചു പറയാൻ പറ്റുമോ കേരളത്തോട്? ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞല്ലോ 100 വീടിന് വേണ്ടി കോൺഗ്രസ് പാർട്ടി ഇത്ര രൂപ സമാഹരിച്ചിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുമോ? അല്ല, ചോദ്യമാണ് ചോദ്യം. 100 വീടിന് കോൺഗ്രസ് എത്ര രൂപ സമാഹരിച്ചു? ചോദ്യമാണ്. ഇല്ലെങ്കിൽ താങ്കൾക്ക് ഉത്തരവില്ലാന്ന് ഞാൻ വിചാരിക്കും. 100 വീടിന് കോൺഗ്രസ് എത്ര രൂപ സമാഹരിച്ചു? 100 വീടിന് കോൺഗ്രസ് എത്ര രൂപ സമാഹരിച്ചു? അങ്ങ് പറഞ്ഞോളൂ. ചോദ്യം പറഞ്ഞോളൂ. 100 പ്രേക്ഷകർ കാണുന്നുണ്ട്. ഒരു പരാജയപ്പെട്ട ഗവൺമെന്റിനെ വെളുപ്പിക്കാൻ വേണ്ടി അഭിലാഷ് കാണിക്കുന്ന 100 വീടിന് താങ്കൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഈ ചോദ്യത്തിന് ഉത്തരം വേണ്ടേ? 100 വീടിന് കോൺഗ്രസ് എത്ര രൂപ സമാഹരിച്ചു? 100 വീടിന് കോൺഗ്രസ് എത്ര രൂപ സമാഹരിച്ചു? ഉത്തരവില്ലല്ലോ. ചർച്ച നടത്തിക്കോളൂ. അല്ല, ഉത്തരവില്ലല്ലോ. 100 വീടിന് കോൺഗ്രസ് എത്ര രൂപ സമാഹരിച്ചു? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 100 വീട് എന്നുള്ളത് കോൺഗ്രസിന്റെ പ്രോമിസ് ആണോ? ആണ്. നിങ്ങൾ എത്ര രൂപ ഇതിനോടൊക്കെ സമാഹരിച്ചു? ഒരു ചോദ്യമാണ്, ചോദ്യം മാത്രമേ ഉള്ളൂ. അദ്ദേഹം ആ ചോദ്യത്തിന് തടിയെപ്പി തർക്കം ഉണ്ടാക്കി. ഒന്നുകൂടി ചോദിക്കാം. 100 വീടിന് ശ്രീ രാജു പി നായർ കോൺഗ്രസ് എത്ര രൂപ സമാഹരിച്ചു? 100 വീടിന് കോൺഗ്രസ് എത്ര രൂപ സമാഹരിച്ചു എന്നാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. പക്ഷെ അതിന് സ്വാഭാവികമായും കോൺഗ്രസിന് ഉത്തരവില്ലെങ്കിൽ ആ ഉത്തരം എവിടെ പോയി തിരയും? അതൊരു പ്രശ്നമാണ്. അദ്ദേഹത്തിനും ആ കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാവും. എനിക്കുത്തരവുണ്ട്. പക്ഷെ അഭിലാഷിന്റെ മുന്നിൽ ഞാൻ ഈ ചർച്ചയിൽ ഇനി മിണ്ടാതിരിക്കാം. അല്ല, പറഞ്ഞോളൂ. പിണറായിയുടെ കടന്ന് മുട്ടിലഴയുന്നതിന് ഞാൻ മിണ്ടാതിരിക്കാം. ചോദ്യത്തിന് ഉത്തരവില്ലാത്ത ചോദ്യകർത്താവിനെ ആക്ഷേപിച്ചാലും ഉൾപ്പെടെ പിരിച്ച കണക്ക് മുഴുവൻ പറഞ്ഞു. 2,54 ലക്ഷം രൂപയുടെ അടുത്ത് എക്സാക്ട് ഫിഗർ എനിക്ക് ഓർമ്മയില്ല കോൺഗ്രസ് പിരിച്ചു എന്നുള്ളതും 84 ലക്ഷം രൂപയ്ക്കടുത്ത് യൂത്ത് കോൺഗ്രസ് പിരിച്ചു എന്നുള്ളതും ഞങ്ങൾ 2,84 ലക്ഷം രൂപയ്ക്ക് 2,84 ലക്ഷം രൂപ ഇല്ലേ? ഞങ്ങൾ പറഞ്ഞു. അല്ല, അഭിലാഷ് സ്വയം നാണം തോന്നില്ല, അഭിലാഷ് പുച്ഛം തോന്നില്ല. അത് അങ്ങനെയല്ലേ തോന്നേണ്ടത്? ഒരു ചോദ്യത്തിനെങ്കിലും ഉത്തരം പറഞ്ഞിട്ട് ആക്ഷേപിക്കുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കാം. നടത്തുകയല്ലാണ്ട് നിങ്ങളൊരു ചർച്ച അഭിലാഷ് ഈ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി നല്ല ഒരു സ്ട്രാറ്റജിയാണ് അങ്ങനെ സ്വീകരിക്കുന്നത്. അറ്റാക്ക് ഈസ് ദ ബെസ്റ്റ് ഡിഫൻസ് എന്നല്ലേ? അപ്പോ ചോദ്യം ചോദിക്കുന്ന ആളെ കുറെ അങ്ങ് പുലഭ്യം പറയാ, അപ്പൊ പിന്നെ ചോദ്യം ഉണ്ടാവില്ലല്ലോ. നല്ല ഒരു സ്ട്രാറ്റജിയാണ്. അന്ന് നല്ല സംവാദങ്ങളൊക്കെയാണ് ശ്രീ രാജു പി നായർ, ഞാനത് സമ്മതിച്ചു. ചോദ്യത്തിലെങ്കിലും ചോദ്യകർത്താവിനെ കുറെ അങ്ങ് പുലഭ്യം പറയാ, അപ്പൊ പിന്നെ ചോദ്യം ഉണ്ടാവില്ലല്ലോ. പക്ഷേ ഇത് ഞാനിപ്പോ ചോദിച്ചാലും നാട്ടുകാർ ചോദിക്കില്ലേ സാർ? നിങ്ങൾ പിരിച്ചിട്ടുണ്ടോ? പിരിച്ചിട്ടുണ്ടെങ്കിൽ ആ പിരിച്ച പണം എവിടെ? ഇത് ചോദിക്കില്ലേ? പ്രവർത്തനത്തിന്റെ എന്താണ് എത്തിക്സ് എന്ന് മറന്നിരിക്കുന്നു. ഈ മാധ്യമപ്രവർത്തനത്തിന്റെ എത്തിക്സ് ചോദ്യം ചോദിക്കാനുള്ള ചോദ്യം ചോദിക്കേണ്ടയിടത്ത് ചോദിക്കുക എന്നുള്ളതാണ്. ചോദ്യം ചോദിക്കേണ്ടയിടത്ത് ചോദിക്കുക എന്നുള്ളതാണ് മാധ്യമപ്രവർത്തനത്തിന്റെ എത്തിക്സ്. ഞാൻ റഹീമിനെ വെല്ലുവിളിക്കുന്നു. നിങ്ങളുടെ ഈ ചർച്ചകൾക്ക് വരുന്ന ഒരു നേതാവിന്റെ ജൂനിയർ SFIയുടെ നേതാവ് എഴുതുന്നൊരാൾ യൂത്ത് കോൺഗ്രസിന് പരാതി കൊടുത്തല്ലോ. ഈ പറഞ്ഞ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ റഹീമെ ആർജവമുണ്ടോ? യൂത്ത് കോൺഗ്രസിനെതിരെ കേസെടുക്കാൻ നിങ്ങൾ കേസെടുത്തോ? നിങ്ങൾ കേസെടുത്തില്ലല്ലോ. ആർക്കാ പരാതി? യൂത്ത് കോൺഗ്രസ് ഫണ്ട് വെട്ടിപ്പ് നടത്തി നിങ്ങൾ എവിടെ അറിഞ്ഞു എന്ന് പറഞ്ഞത് റഹീമാണ്, അല്ലെങ്കിൽ DYFI CPM ആണ്. ഞാൻ പറഞ്ഞിട്ടില്ല. അത്തരത്തിൽ കള്ളക്കഥകൾ അഭിലാഷിന്റെ സഹായത്തോടു കൂടി യൂത്ത് കോൺഗ്രസിനെ ആക്രമിക്കാൻ വേണ്ടി ഈ ചർച്ച നടത്തിയതിൽ ഒരു കാര്യമില്ല. ഞാൻ എന്തിനാണ് ഇപ്പോ യൂത്ത് കോൺഗ്രസിനെ ആക്രമിക്കുന്നത്? നിങ്ങൾ പിരിച്ച പൈസ എവിടെ? പിരിച്ചിട്ടുണ്ടെങ്കിൽ, പിരിച്ചിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് പിരിക്കാൻ പറ്റാതെ ചോദ്യം? ഞാൻ ചോദിക്കട്ടെ, ഞാൻ ആദ്യഘട്ടത്തിൽ പറഞ്ഞെടുത്ത് 5 പ്രാവശ്യം അഭിലാഷ് ഇടപെട്ടു. അഭിലാഷ് ഈ രണ്ടാമത്തെ ഘട്ടത്തിൽ ഒരു വാക്കെങ്കിലും എന്നെ കൊണ്ട് മുഴുപ്പിക്കാൻ സമ്മതിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ വീട് പ്രഖ്യാപിച്ചത് അത് കൊടുക്കാതിരിക്കുന്ന കാര്യം കോടി രൂപ പിരിച്ചൊരു സർക്കാർ വീട് കൊടുക്കാമെന്ന് പറഞ്ഞതല്ലേ എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് ചോദിക്കുക സർക്കാരാണ്. ഈ പറയുന്ന മനുഷ്യരുടെ മുഴുവൻ പണം ഞങ്ങളുടെ കയ്യിൽ തരണം, ഞങ്ങൾ ഊരാളുകളെ കൊണ്ട് തട്ടിച്ച് തിന്നുകൊള്ളാം, ഞങ്ങൾ അങ്ങനെ അല്ലല്ലോ സർക്കാർ പറഞ്ഞത്. പിണറായി ചിന്തിക്കുക അങ്ങനെയാണോ? ദുരിതാശ്വാസത്തിൽ എറണാകുളത്താണ് അഭിലാഷ്. അല്ല, അങ്ങനെയാണോ? എന്താണ് സർക്കാരിന്റെ തീരുമാനം? അറിയോ? ഈ ദുരിതത്തിൽ കൈയിട്ട് വാരിയത് ഇവരല്ലേ? ഒരു സെക്കൻഡ് കേൾക്കുമോ? ഇവരല്ലേ?
അവർക്കെതിരെ ഈ വയനാട്ടില് വീട് പണിയാൻ വേണ്ടിയിട്ട് അതിൽ സമാഹരിക്കുന്ന തുകയ്ക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ബാങ്ക് അക്കൗണ്ട് തുറക്കുകയും ഈ ബാങ്ക് അക്കൗണ്ടിന്റെ പരിശോധനയ്ക്കായി ഒരു സെക്കൻഡ് അത് കേൾക്കും. അഭിലാഷ് നിരന്തരമായിട്ട് എന്നോട് ഇടപെടുകയാണ്. എന്ത് പറഞ്ഞാലും സത്യം സത്യമല്ലാതാവുമോ ശ്രീ രാജു പി നായർ? അഭിലാഷിനെയാണ് ഇന്ന് കാണുന്നത്. ഞാനെന്നാ ഒരു കാര്യം പറയാം, കേൾക്കുക. പരാജയങ്ങൾ ജനങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടി നിങ്ങൾ സർക്കാരിന് വേണ്ടി കവർ ഫയർ ഉണ്ടാക്കുകയാണ്. നിങ്ങളുടെ പരാജയം അങ്ങോട്ട് ചോദിച്ചാൽ വേറെ ആരുടെയെങ്കിലും പരാജയം മറച്ചു വെക്കേണ്ട കാര്യമുണ്ടോ? അതുപോലെ ചെയ്യാൻ കഴിയില്ല. അഭിലാഷ് ആർജോമുന്റെ സ്റ്റോറിയെ ആ വയനാട് ഒരൊറ്റ വീട് ആ മോഡൽ ഹൗസിന്റെങ്കിലും പണി കഴിഞ്ഞിരിക്കുന്നത് നിങ്ങളൊന്ന് സ്റ്റോർ ചെയ്യും. ഒരു മോഡൽ ഹൗസ് ഉണ്ടാക്കാൻ കഴിയാത്തൊരു ചോദ്യം ചെയ്ത് നടക്കുക. സർക്കാർ മോഡൽ ഹൗസ് പണിതിട്ടില്ല, ജൂലൈയിലെന്തോ പണി തീരുമെന്ന് പറയുന്നതേ ഉള്ളൂ. എവിടെ പോയി? എവിടെ എത്രയോ ചോദ്യം ചോദിക്കട്ടെ, ഒരു സെക്കൻഡ് ഈ ഗവൺമെന്റ് മേടിച്ചോ? അവർക്ക് എന്തെങ്കിലും ഏകോപനം ഉണ്ടായോ? അന്തിമ ലിസ്റ്റ് ആയിട്ടില്ല. 402 പേരുടെ ലിസ്റ്റ് ഇറങ്ങിയിരിക്കുന്ന പോലും ഒരു വർഷമായിട്ട് അറിയാൻ പറ്റിയിട്ടില്ല. എന്നിട്ട് റഹീം ചോദിക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ സ്ഥലത്തിന്റെ ലിസ്റ്റായോ? നാണമുണ്ടോ? നാണോ ഉളുപ്പുണ്ടോ? ഒരു കൊല്ലമായിട്ട് അന്തിമ പട്ടിക ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ആ സർക്കാർ ഒരു സന്നദ്ധ സംഘടനയോട് ചോദിക്കുകയാണ്, നിങ്ങൾ പട്ടിക തയ്യാറാക്കിയോ? നിങ്ങൾ പട്ടിക തയ്യാറാക്ക്, ഞങ്ങൾ അപ്പം അതിനകത്ത് കൊടുക്കും. ഞങ്ങൾക്ക് അതിനകത്ത് യാതൊരു അഭിപ്രായ വ്യത്യാസവും. ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല ചെയ്യാനായിട്ട്. ഫണ്ടിന്റെ കാര്യമുണ്ടല്ലോ, സർക്കാരിന് ഫണ്ട് കൊടുക്കും, സർക്കാർ അതെടുത്തിട്ട് എന്ത് ചെയ്യും ചെയ്യാതിരിക്കും എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ എന്ന് പറഞ്ഞല്ലോ. നോക്കൂ, എന്താണ് ഇപ്പോ ഈ വിവിധ സ്പോൺസർമാരുണ്ടല്ലോ, യൂത്ത് കോൺഗ്രസ് ഉണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസ് അടക്കം, ഡിവൈഎഫ്ഐ AYF ഒക്കെ ഉണ്ട്, മറ്റുള്ളവരുണ്ട്. അപ്പൊ അവരൊക്കെ കൊടുക്കുന്ന പണം വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കുകയും ഈ ബാങ്ക് അക്കൗണ്ടിലെ ക്രയവിക്രയങ്ങൾ പരിശോധിക്കാൻ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, സ്പോൺസർമാരുടെ പ്രതിനിധികൾ എന്ന ആളുകൾ ഉൾപ്പെട്ട ഒരു സമിതി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് യൂത്ത് കോൺഗ്രസ് ഇതിലെ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധിയും ഈ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കുന്ന സമിതിയിലുണ്ടാവും. എന്തായാലും പ്രതിപക്ഷ നേതാവ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രതിപക്ഷ നേതാവിന് ഈ അക്കൗണ്ടിൽ നിന്ന് ആരെങ്കിലും മോഷ്ടിക്കുന്നുണ്ടെങ്കിൽ നോക്കാനുള്ള കഴിവൊക്കെ ഉള്ള ആളല്ലേ? അങ്ങനത്തെ ഒരു സംവിധാനമാണല്ലോ ഈ ഫണ്ട് വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് രൂപീകരിച്ചത്. കാക്കനാട് എങ്ങനെയാ? എറണാകുളം കളക്ടറേറ്റ് കേന്ദ്രീകരിച്ച് എങ്ങനെയാ അത്രമാത്രം പ്രളയ ഫണ്ടിൽ? എനിക്കൊന്ന് മറുപടി വന്നേ. പറഞ്ഞു. സിപിഎമ്മിന്റെ നേതാക്കന്മാർ ഉൾപ്പെടെ ബാങ്ക് ഉൾപ്പെടെ ചെയ്തുകൊണ്ട് അതിനകത്തൊരു ആത്മഹത്യ പോലും നടന്നു. ആ ദുരിതാശ്വാസ നിധിയിൽ നിന്നും കോടിക്കണക്കിന് രൂപ തട്ടിച്ചു കൊണ്ടുപോയത് എങ്ങനെയാണ് എന്നൊന്നും വ്യാജമായ ബില്ല് എഴുതി അവിടെ പണം തട്ടിപ്പ് നടത്തി അത് വിനിയോഗിക്കുകയൊക്കെ ചെയ്ത വിഷയമല്ലേ? അതും ഇതും തമ്മിൽ എന്താ ബന്ധം? ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇത്രേ ഉള്ളൂ. ഈ ഫണ്ട് പിന്നെ സൊസൈറ്റി ഉണ്ടാക്കുന്നതിൽ യാതൊരു വ്യാജവും ഇല്ല. അഭിലാഷേ, റോഡ് പണിയിക്കണം കത്തെഴുതി എത്രയോ MLA-മാർ UDF-ന്റേതുണ്ട്. അതവിടെ നിൽക്കട്ടെ, നമ്മുടെ വിഷയം പിണറായി വിജയന്റെ മകൾക്ക് ഭക്ഷണം മേടിക്കാനും പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ സ്പോൺസർമാരുണ്ടെങ്കിൽ ആ ഉൾപ്പെട്ട ആർഭാടത്തിനല്ല ഞങ്ങൾ പണം കൊടുക്കുന്നത്. ഒരു ശരി, പറയൂ. നേരത്തെ അദ്ദേഹം ഉന്നയിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഞാനല്ല ഫണ്ട് വെട്ടിപ്പ് എന്ന് പറഞ്ഞത്. ഫണ്ട് വേണ്ടിയല്ല ദുരിതാശ്വാസ പ്രവർത്തനം നടക്കുന്നത്. എന്താണ് അതിന്റെ കാര്യം? കള്ളയടിച്ചുകൊണ്ട് പോകാനല്ല. ശരി, അറസ്റ്റിലായവരെ CPM-കാരാ. ദുരിതാശ്വാസ പ്രളയ CPM-കാരാ. ഒരാൾ മരണപ്പെട്ടത് ഫണ്ട് തട്ടിപ്പെടുത്തിയത് CPM-കാരാണ്. സംസ്കാരമില്ലാതെ സംസാരിക്കുന്ന ഏത് സംസ്കാരം? നിങ്ങളല്ലേ തട്ടിച്ചത്? വിഷ്ണു ഉദ്യോഗസ്ഥൻ, CPM-ന്റെ സംഘടന ഉദ്യോഗസ്ഥൻ ഫണ്ട് തട്ടിച്ചില്ല. ബഹളം വെക്കുന്നത് എന്റെ അവസരമാണ്. മറുപടി പറയട്ടെ ശ്രീ രാജു. പറയൂ. ഇതിനകത്ത് അല്ല, അങ്ങനെ അവസരം വേണ്ട. അങ്ങനെ അവസരം വേണ്ട. അവസരത്തിലാണല്ലോ അങ്ങയോട് കാണിച്ച പറയട്ടെ. നിങ്ങൾ എന്നെ കൊണ്ട് പറയിക്കാൻ ഞാൻ 5 മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു തീർക്കുമായിരുന്നു. ഞാൻ എന്റെ അവസരത്തിൽ പറയട്ടെ. താങ്കളുടെ അവസരം മുഴുവൻ താങ്കൾ മൈക്ക് വെച്ചില്ലല്ലോ. ശരി, 15 മിനിറ്റ് താങ്കൾ സംസാരിച്ചല്ലോ. ഇനി എന്റെ അവസരത്തിൽ ഞാൻ സംസാരിക്കട്ടെ. പറയൂ. അഭിലാഷ്,
15 മിനിറ്റ് നിങ്ങൾ എന്നെ കൊണ്ട് സംസാരിപ്പിച്ചോ? 15 മിനിറ്റ് എന്നെ കൊണ്ട് സംസാരിപ്പിച്ചോ? ഞാൻ പറഞ്ഞ ഓരോ വാക്കിൽ നിങ്ങൾ റഹീം പച്ചക്കള്ള ചോദിച്ചപ്പോൾ നിങ്ങൾ ഇടപെട്ടില്ലല്ലോ. അഭിലാഷിന് ആരോപണമുണ്ടോ? യൂത്ത് കോൺഗ്രസ് ചോദിച്ചോ? ഞാൻ അതിന് മറുപടിയില്ല പറഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ തട്ടിച്ചു എന്നുള്ളൊരു ചോദ്യം ഞാൻ ചോദിച്ചിട്ടില്ല. എനിക്ക് പറഞ്ഞിട്ടുള്ളൂ. രാഷ്ട്രീയ ആരോപണം റഹീമിന് പറയൂ. ശരി പറയൂ. അല്ല അത് ചോദിച്ചു പറഞ്ഞത്. അഭിലാഷിനോട് ചോദിച്ചിട്ട് ഞാൻ മറുപടി പറഞ്ഞില്ല. ഞാൻ മറുപടി പറഞ്ഞില്ല. കുറിച്ച് ചോദിച്ചിട്ട് ഞാൻ മറുപടി പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഞാൻ ആ ചോദ്യം രാജുവിനോട് നിങ്ങൾക്ക് ഇടമുണ്ടാക്കി കൊടുക്കണം. അദ്ദേഹത്തിന്റെ തീരുമാനമാണ്. ഞാൻ അല്ല അദ്ദേഹം പറഞ്ഞോണ്ടിരിക്കട്ടെ. അഭിലാഷേ, ഇദ്ദേഹത്തിന്റെ ഒച്ചപ്പാടും താങ്കളോട് കാണിച്ച അസഹിഷ്ണുതയിലും ഞാനോ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം ശ്രീ രാജു പി നായരെല്ലാം രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച ശ്രീ PJ കുര്യൻ ഇപ്പോൾ എയറിൽ നിന്ന് താഴെ വന്നിട്ടില്ല. കാരണം ഇവരുടെ അസഹിഷ്ണുതയും ആക്രോശമാണ്. ഇപ്പോൾ TV സ്ക്രീനിൽ ഇദ്ദേഹം നിങ്ങളോട് കാണിച്ചതിനേക്കാൾ വലിയ ആക്രോശത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ് ഒരു സത്യം പറഞ്ഞതിന്റെ പേരിൽ ശ്രീ PJ കുര്യൻ മാത്രമല്ല, ഇതുവരെ നിലത്തിറക്കിയിട്ടില്ല. അതിനു മുമ്പ് എത്രയോ സന്ദർഭത്തിലാണ് ഇതിനകത്ത് അഭിപ്രായം പറഞ്ഞ നിരവധി പേരെ. അപ്പൊ അസഹിഷ്ണുതയും ബഹളവും അക്രമവും കൊള്ളയുമായി കേരളത്തിലെ കോൺഗ്രസ് മാറിയിരിക്കുകയാണ്. കേരളത്തിലെ കോൺഗ്രസ് അക്രമമായി വന്നിരിക്കുകയാണ്. ഇവിടുത്തെ ചോദ്യം എന്താണ്? പ്രേക്ഷകർ കേട്ടല്ലോ. എന്തിനാണ് ഈ ബഹളം വെക്കേണ്ട കാര്യം? വളരെ ലളിതമായ ചോദ്യമാണ്. നിങ്ങൾ എത്ര രൂപ പിരിക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾ എത്ര രൂപ പിരിച്ചു? ഇത്രയേ പിരിച്ചുള്ളോ? നിങ്ങൾ 100 വീട് വെക്കാൻ നിങ്ങൾ ഈ പറഞ്ഞ നാമമാത്രമായ തുക മതിയോ? 1 വർഷമായിട്ടും നിങ്ങൾ പിരിച്ചില്ല. എന്തുകൊണ്ട് പിരിച്ചില്ല? അത് മാന്യമായ ഭാഷയിൽ മലയാളികളോട് അവരുടെ സ്വീകരണ മുറിയിലാണ് ഇരിക്കുന്നതെന്ന ബോധ്യത്തിൽ ഒച്ച വെക്കാതെ അത് വിശദീകരിച്ചാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. താങ്കൾ സ്റ്റുഡിയോയിലാണ് ഇരിക്കുന്നതെങ്കിലും താങ്കൾ ഈ ഒച്ച കേൾക്കുന്നത് മലയാളികൾ, പാവങ്ങൾ ഇരിക്കുന്ന, സാധാരണക്കാരിരിക്കുന്ന സ്വീകരണ മുറിയിലാണ്. എന്തിനാണ് അവിടെ ഒച്ച വെക്കുന്നത്? നിങ്ങൾക്ക് പറയാനുള്ള ചോദ്യത്തിന് ഉത്തരമുണ്ടെങ്കിൽ പറയണം. അപ്പോൾ അതിനൊന്നും നിങ്ങൾക്ക് ഉത്തരമില്ല. നിങ്ങൾക്ക് ഉത്തരം മുട്ടി നിൽക്കുകയാണ്. ഞാൻ ഒരൊറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾ എന്തിനാണ് മരണപ്പെട്ട മനുഷ്യരുടെ നടുവിൽ നിന്ന് നിങ്ങൾ ഈ കൊള്ളയടിക്കുന്നത്? മരണപ്പെട്ട് കിടക്കുന്ന മനുഷ്യർ. പിന്നെ ഇനി ശ്രീ രാജു പി നായരുടെ വളരെ പ്രധാനപ്പെട്ട ആരോപണം എന്താണ്? അഭിലാഷ് മോഹൻ യൂത്ത് കോൺഗ്രസിന് മേൽ അഴിമതി ആരോപിച്ചില്ല. പിരിച്ചത് 88 ആയുള്ളൂ എന്ന് ചോദിച്ചുള്ളൂ. റഹീം ആരോപിച്ചു എന്നാണ്. റഹീമാണോ ആരോപിച്ചത്? ആലപ്പുഴയിലെ നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ വാട്സാപ്പ് ഗ്രൂപ്പ് സന്ദേശം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു. എന്താ വാട്സാപ്പ് ഗ്രൂപ്പ് സന്ദേശം? അവിടുത്തെ നേതാക്കൾ ആ തുക കട്ടുകൊണ്ടുപോയി എന്നല്ലേ? തിരുവനന്തപുരത്ത് നിന്ന് കാട്ടാക്കടയിൽ നിന്ന് സമാന സ്വഭാവമുള്ള ഒരു പരാതി യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി കൊടുത്തു. അത് വാർത്തയായില്ലേ? ഞാൻ അങ്ങയോട് ചോദിക്കുന്നു, ഞങ്ങൾ ആരെങ്കിലും വാർത്താ സമ്മേളനം നടത്തി ആരോപിച്ചതാണോ രാഷ്ട്രീയ പ്രേരിതമായത്? യൂത്ത് കോൺഗ്രസിന്റെ ഒരു ക്യാമ്പ് നടക്കുമ്പോൾ പറയട്ടെ, അങ്ങ് കേൾക്ക്. യൂത്ത് കോൺഗ്രസിന്റെ ഒരു ക്യാമ്പ് നടക്കുമ്പോൾ ആ ക്യാമ്പിനകത്ത് പണം പിരിച്ചു കൊടുത്ത പ്രവർത്തകർ എന്തേ ഇതുവരെ വീടാകാത്തത്? DYFI 25 പറഞ്ഞെടുത്ത് 100 കൊടുത്തല്ലോ. യൂത്ത് കോൺഗ്രസിന്, എൻ്റെ സംഘടനയ്ക്ക് എന്ത് പറ്റിയെന്ന് ഏതൊക്കെയോ ആത്മാഭിമാനമുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചപ്പോഴല്ലേ കള്ളി വെളിച്ചത്ത് വന്നത്? അപ്പോഴല്ലേ ഈ കിടന്ന് ഓടുന്നത്? എന്തിനാണ് ഈ ഗതി വരുത്തുന്നത്? 130 വീട് പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ? നിങ്ങൾ പ്രഖ്യാപിച്ചതാണ്. ഇനി പ്രഖ്യാപിക്കുന്നതിലൊന്നും തെറ്റില്ല. ജനം തന്നിട്ടുണ്ടാകുമല്ലോ. എവിടെയാ പൈസ? ഇതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇത് കോൺഗ്രസിനും ബാധകമാണ്, നിങ്ങൾക്കും ബാധകമാണ്. എന്നിട്ട് ഒട്ടും ഡൈജസ്റ്റ് ആകാത്ത കാര്യങ്ങൾ പറയാൻ അവിടെ ഭൂമി കിട്ടിയില്ല പോലും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു ജില്ലയിൽ ഒരു നല്ല കാര്യത്തിന് വീട് വെക്കാൻ കുറച്ച് ഭൂമി വാങ്ങിക്കാൻ ശേഷിയില്ലാത്തവരെ എങ്ങനെയാണ് കേരളത്തിൻ്റെ ഭരണമേൽപ്പിക്കുക? ഇതാണ് ചോദ്യം. നിങ്ങൾക്ക് എന്തിനാണ് കഴിയുക? വാചാടോപങ്ങൾ നടത്തുക, ബഹളം വെക്കുക. പാർട്ടിക്കുള്ളിലുള്ളവരായാലും പാർട്ടിക്ക് പുറത്തുള്ളവരായാലും എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അഭിപ്രായം പറയുന്നവരെ മെക്കിട്ട് കയറുക. ഇതല്ലല്ലോ വേണ്ടത്. നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ അഭിപ്രായം പറ.
ഇവിടെ യഥാർത്ഥത്തിൽ സർക്കാർ ചെയ്യേണ്ടത് സർക്കാർ ചെയ്യുന്നുണ്ട്. ഇനി സർക്കാരിനെതിരെ നിങ്ങൾക്ക് വിമർശനം ഉണ്ടെങ്കിൽ വിമർശിച്ചോ, അതിന് ഞങ്ങൾ മറുപടി പറഞ്ഞോളാം. ഈ സർക്കാരിനെതിരെ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഓഡിറ്റിൽ പരാതിയുണ്ടോ, നിങ്ങൾ കൊടുത്തോ, അതിന് ഞങ്ങൾ വിശദീകരിക്കാം, നിയമപരമായി നമുക്ക് നോക്കാം, ഒരു പ്രശ്നമില്ല. ഇവിടുത്തെ ചോദ്യം വളരെ കൃത്യമാണ്. സംഘടനകൾ എന്ന നിലയിൽ ആദ്യത്തെ സംഭവമല്ല, ഇത് ആദ്യത്തെ സംഭവമല്ല. നിങ്ങൾ 1000 വീട് എന്താ ചോദ്യം? അന്തിമ പട്ടിക ആയിട്ടുണ്ടോ ദുരന്ത ബാധിതരുടേത് എന്ന്? അങ്ങ് പറയേണ്ടത് അന്തിമ പട്ടിക ദുരിതബാധിതരെ സംബന്ധിച്ചായിട്ടുണ്ട്. അതാണ് നേരത്തെ അഭിലാഷ് പറഞ്ഞത്, ഞാൻ പറഞ്ഞത്, അരുൺ പറഞ്ഞത്. ഇതൊക്കെ വളരെ കൃത്യമാണ്. ഞാൻ അതിന്റെ വാർത്താക്കുറിപ്പ് വായിച്ച് സമയം കളയുന്നില്ല. ഇനി അത് സംബന്ധിച്ച് പിന്നെയും പരാതി ഉണ്ടെങ്കിൽ ദേശാഭിമാനിയുടെ ദേശാഭിമാനി പത്രത്തിന്റെ വാർത്തയാണ്, ദേശാഭിമാനി പത്രത്തിന്റെ വാർത്തയാണ്. ഞാൻ സംസാരിക്കട്ടെ, എന്റെ അവസരമാണ്, എന്റെ അവസരമാണ്. തീർപ്പാക്കിയിട്ടില്ല, എന്റെ അവസരമാണ്. കള്ളം പറഞ്ഞു പോകാൻ പറ്റോ? കള്ളം പറഞ്ഞു പോകാൻ പറ്റോ? ദേശാഭിമാനിയിലെ വാർത്ത അന്തിമ പട്ടികയിൽ വരെ ആയിട്ടില്ല. ദേശാഭിമാനിയിലെ വാർത്ത ഒരു വർഷമായിട്ട് അന്തിമ പട്ടിക രാജുവാണ് ചോദിക്കാൻ. അഭിലാഷിന് ധൈര്യം രാജു പി നായരാണ്. അഭിലാഷിന് ധൈര്യം പറയട്ടെ, രാജു പി നായർ നിശബ്ദനാകാൻ പറഞ്ഞല്ലോ. ദേശാഭിമാനിയുടെ വാർത്ത. ദേശാഭിമാനി കള്ളം പറഞ്ഞോ? ദേശാഭിമാനി കള്ളം പറഞ്ഞോ? ദേശാഭിമാനി കള്ളം പറഞ്ഞോ? രാജു പി നായർ നോക്കാം, പരിശോധിക്കൂ. ഇത് അങ്ങ് കേൾക്ക്, രാജു പറയുന്നതിന് അങ്ങ് കേൾക്ക്, വെറുതെ അങ്ങ് പറഞ്ഞല്ലോ, ഞാനത് പറയാം. അതായത് നിങ്ങൾ നിങ്ങളുടെ അഭിലാഷ് ഞാൻ അയച്ചിട്ടുണ്ട്, അഭിലാഷ് ഞാൻ അയച്ചിട്ടുണ്ട്. കൊണ്ടാണ് പറയട്ടെ, സർക്കാരിന്റെ അങ്ങയുടെ വാദം എന്താണ്? സർക്കാരിന്റെ അന്തിമ പട്ടികയൊക്കെ ആയിട്ടുണ്ട്, സർക്കാരിന്റെ പ്രവർത്തനത്തോട് കൺഫ്യൂഷനും ഇല്ല. നിങ്ങളുടെ വാദം എന്താണ്? സർക്കാരിന്റെ അന്തിമ പട്ടിക ആകാത്തത് കൊണ്ടാണ് കോൺഗ്രസ് പൈസ പിടിക്കാത്തതെന്നാണോ? സർക്കാരിന്റെ അന്തിമ പട്ടിക ആകാത്തത് കൊണ്ടാണ് നിങ്ങൾ ചോദിച്ചത്? കോൺഗ്രസിന്റെ പട്ടിക ലീഗ് വാങ്ങിയ കോൺഗ്രസിന്റെ പട്ടിക ചോദിച്ചത് നിങ്ങളുടെ പണം എവിടെ? കോൺഗ്രസിന്റെ അന്വേഷിക്കാൻ നടക്കുക കുറുവാ സംഘമായി കേട്ടോ. അഭിലാഷേ ഒരു കുറുവാ സംഘത്തെ മനുഷ്യന്റെ മൃതശരീരങ്ങൾ കാണിച്ച് പണം വെട്ടിച്ചവരാണ് നിങ്ങൾ. ആരോപണ പ്രത്യാരോപണങ്ങളാണ്, പരസ്പരം നിങ്ങൾക്ക് മാത്രമാണ് അക്കാര്യത്തിലെ ഓണർഷിപ്പ്. ശരി, ഓക്കെ, എനിക്കൊരു ഇടവേള എടുക്കേണ്ട സമയം അതിക്രമിച്ചു. അതിനുശേഷം അരുണിലേക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ചർച്ചയിലേക്ക് വീണ്ടും. പടവെട്ടിക്കുന്നുകാരെയും പരിഗണിക്കുന്നു എന്ന ദേശാഭിമാനിയിലെ വാർത്തയാണ് ശ്രീ രാജു പി നായർ എനിക്ക് അയച്ചു തന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരായ പടവെട്ടിക്കുന്നുകാരെ പുനരധിവാസ പദ്ധതിയിലേക്ക് സർക്കാർ പരിഗണിക്കുന്നു എന്നുള്ളതാണ് വാർത്ത. അതായത് മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തിന് അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് ഈ പടവെട്ടിക്കുന്ന്. അവിടെ ഈ ഉരുൾപൊട്ടൽ മൂലം ഡയറക്റ്റായിട്ട് നാശനഷ്ടം അവിടേക്കുള്ള റോഡ് തകർന്നു. അതുകൊണ്ട് ആ ഭാഗം ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെയുള്ള ആളുകൾ അപേക്ഷ നൽകിയിട്ടുണ്ട്. 27 കുടുംബങ്ങൾ ആ പടവെട്ടിക്കുന്നിലുണ്ട്. അവർ അപേക്ഷ നൽകി. അതനുസരിച്ച് അവരെ കൂടി ഈ പുനരധിവാസ പദ്ധതിയിൽ പരിഗണിക്കുന്നതായി ഈ അടുത്ത മന്ത്രി കെ രാജൻ പറഞ്ഞതാണ്. ശരി, അതാണ്. ഓക്കെ, ശരി അരുൺ, ശരി, അല്ല കൂടുതൽ ആളുകളെ, പരമാവധി ആളുകളെ ഉൾപ്പെടുത്തട്ടെ, നല്ല കാര്യമല്ലേ? പക്ഷേ അരുൺ, ഇവിടെ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾക്കപ്പുറത്ത് ഈ ആളുകൾക്ക് ഇപ്പോൾ നോക്കൂ, 1 വർഷം തികയാൻ പോകുന്ന സമയമാണ്. ഇവിടെ ഒരു വലിയ പ്രശ്നമുള്ളത് സർക്കാരിന്റെ പദ്ധതിയിൽ ഉൾപ്പെട്ടവരും ഉൾപ്പെടാത്തവരുമായ ആളുകൾക്ക് നിശ്ചയമായും വാടക കൊടുക്കുന്നുണ്ട്. അതിൽ ഈ സർക്കാരിന്റെ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ആളുകളുടെ വാടക 6000 രൂപ വാടക എന്നുള്ളത് അടുത്ത മാസം അവസാനിക്കും. പക്ഷേ അവർക്ക് വേണ്ടി വീട് പണിയേണ്ട ആളുകളൊന്നും വീട് പണിതിട്ടില്ല എന്നൊരു വലിയ പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. 100-ലേറെ കുടുംബങ്ങൾ, 105 കുടുംബങ്ങളെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഈ പറഞ്ഞ സർക്കാർ നൽകിയ 15 ലക്ഷം വാങ്ങിച്ച് ഞങ്ങൾക്ക് വീട് വേണ്ട എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. അവരുടെ അവസ്ഥ എന്ന് പറയുന്നത്, അവരിപ്പോൾ ഈ TV കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആര് വീട് തരും എന്നൊരു ചോദ്യം അവരുടെ മുമ്പിലും വരുന്നുണ്ട്. ഇതൊന്നും ചെറിയ കാര്യങ്ങളല്ല. എങ്ങനെയാണ് ഡീൽ ചെയ്യാൻ പോകുന്നത്? ഇതിൽ ആദ്യം പറയാനുള്ളത്, ഏറ്റവും കുറച്ച് സമയം ഉപയോഗിച്ച ഒരാളാണ് ഞാൻ. ഇതിൽ ഏറ്റവും മിടുക്കനായത് കോൺഗ്രസ് പ്രതിനിധി ശ്രീ രാജു പി നായരാണ്. കാരണം അദ്ദേഹത്തോട് ചോദിച്ച ഒരു ചോദ്യത്തിനും അദ്ദേഹം മറുപടി പറഞ്ഞില്ല. അദ്ദേഹം വളരെ തന്ത്രപൂർവ്വം ബഹളമുണ്ടാക്കി പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ച് അദ്ദേഹം ആ മറുപടികളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി. അത് അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു നിവൃത്തികേടാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം ഉണ്ടാക്കി വെച്ച വലിയൊരു നാണക്കേട്. അപ്പോൾ അതിന് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മറുപടി ഇല്ല എന്നുള്ള കാര്യം ആദ്യമായി പറയുകയാണ്. ചേർത്ത് പറയാനുള്ള 1-2 കാര്യം അദ്ദേഹം പറഞ്ഞത്, CMDRF-ൽ ഫണ്ട് വന്നു, 700 കോടിയുടെ കണക്ക് പറയുന്നത് കേട്ടു. അത് പറയാൻ എന്ത് അർഹതയാണ് കോൺഗ്രസിനുള്ളത്? CMDRF-ലേക്ക് ചില്ലി കാശ് കൊടുക്കരുത് എന്ന് പറഞ്ഞവരാണ്. CMDRF-ൽ പണമിട്ടാൽ
അത് ദുരുപയോഗം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നാട് നീളെ പ്രചരണം നടത്തിയവർക്ക് അതിനെക്കുറിച്ച് പറയാൻ എന്ത് അവകാശമുള്ളത്, എന്ത് അർഹതയുള്ളത്? അത് മാത്രമല്ല, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, അത് മാത്രമല്ല എന്റെ പൊന്നു സഹോദരൻ ഒന്ന് പറഞ്ഞോട്ടെ, ഈ ചർച്ചയുടെ 80% ഈ ചർച്ചയുടെ 80% ഉപയോഗിച്ച ആളാണ് നിങ്ങൾ പറഞ്ഞപ്പോൾ നമ്മൾ എതിർക്കാൻ ഒരു മര്യാദ കാണിക്കും, ഒരു ചർച്ചയിൽ മര്യാദ കാണിക്കും, ഒരു ചർച്ചയിൽ മര്യാദ കാണിക്കും. CMDRF-നെ കുറിച്ച് കിട്ടിയ പണം തട്ടിച്ചവരാണ് നിങ്ങൾ. അല്ലല്ല പറയട്ടെ, പറയാൻ മറുപടിയില്ല, പറയാൻ മറുപടിയില്ല. അല്ല, നിങ്ങളൊരു ചർച്ചയിൽ പാലിക്കേണ്ട മര്യാദ പാലിക്കുന്നില്ല. മറുപടി പറയൂ. നിങ്ങൾ പറഞ്ഞോ, ഞാൻ പറഞ്ഞോ? നിങ്ങൾ പറഞ്ഞോ, ഞാൻ പറഞ്ഞോ? നിങ്ങൾ പറഞ്ഞോ, ഞാൻ പറഞ്ഞോ? മര്യാദയല്ല, ഒരു ചർച്ചയിൽ കാണിക്കുന്ന മര്യാദയല്ല. നിങ്ങൾക്ക് മറുപടിയില്ല, നിങ്ങൾക്ക് മറുപടിയില്ല. അത് തന്നെ, നിങ്ങൾക്ക് തടി തപ്പി പോണം, ബഹളം ഉണ്ടാക്കി, ബഹളം ഉണ്ടാക്കി, തടി തപ്പണം. റഹീം പറഞ്ഞപ്പോ തന്നെ ചെയ്ത് നിങ്ങൾക്ക് തടി തപ്പി പോണം. സർക്കാർ കേസെടുത്തിട്ടില്ലേ? പറയാൻ പറ്റുമോ? അതല്ല, ഒരു പ്രധാനപ്പെട്ട വിഷയം ചർച്ച ചെയ്യുമ്പോ ഒരു മലവെള്ളപ്പാച്ചിലിനെ കുറിച്ച് പറയുമ്പോ ഒറ്റപ്പെട്ട സംഭവങ്ങളെ കുറിച്ച് പറയുകയാണോ? അവിടെ നടപടി എടുത്തിട്ടുണ്ട്. അവിടെ പ്രളയ ഫണ്ട് തട്ടിമുക്കിയ ഒറ്റപ്പെട്ട സംഭവം കണ്ടല്ല അഭിലാഷ്? ഈ സർക്കാരിന്റെ ദുരിതബാധിതരുടെ സമീപനം കണ്ടില്ലേ? ഒറ്റപ്പെട്ട സംഭവം. എന്നിട്ട് ഈ പിണറായി വിജയനെ വിശ്വസിക്കണം അല്ലേ? നിങ്ങളെ തട്ടിച്ച കാശിനെ കുറിച്ച് നിങ്ങളെ വയനാട് ദുരന്തത്തിന്റെ പേരിൽ തട്ടിച്ച കാശിനെ കുറിച്ച് പറയാൻ അന്തസ്സുണ്ടോ? നിങ്ങൾ വയനാട് ദുരന്തത്തിന്റെ പേരിൽ തട്ടിച്ച കാശിനെ കുറിച്ച് പറയാൻ അന്തസ്സുണ്ടെങ്കിൽ പറയാം. ഇടതുപക്ഷം മരണ വീട്ടിലെ പോക്കറ്റ് അടിക്കാരാണ്, പോക്കറ്റ് അടിക്കാരാണ് നിങ്ങൾ. വിശ്വാസമില്ല. ആരാണ് മരണവീട്ടിലെ പോക്കറ്റടിക്കാരല്ല, മരണവീട്ടിലെ പോക്കറ്റടിക്കാരാണ്. അതുകൊണ്ടാണ് 2018 നിങ്ങളുടെ ബാങ്കുകൾ ഉൾപ്പെടെ നിങ്ങൾക്ക് തരാൻ കഴിയില്ല, നിങ്ങളെ ഏൽപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ഭരണമുണ്ടായിരുന്ന സമയത്ത് ഭരണത്തിൽ നിന്ന് കക്കുമായിരുന്നു. നിങ്ങൾ മരണത്തിൽ നിന്ന് കക്കാണ്, മനസ്സിലായില്ലേ? ഭരണത്തിൽ നിന്ന് കൊള്ളയടിച്ച് ശീലിച്ചു, മരണത്തിൽ നിന്ന് കൊള്ളയടിച്ച് ശീലിക്കാണ് കോൺഗ്രസ്. പണ്ട് ഭരണമുണ്ടായിരുന്നപ്പോൾ ഭരണത്തിൽ നിന്ന് കൊള്ളയടിക്കുമായിരുന്നു, മരണത്തിൽ നിന്ന് കൊള്ളയടിക്കുക. ശരി, അവസാനിപ്പിക്കാം നമുക്ക്. മര്യാദയ്ക്ക് പറഞ്ഞ കൂടുതൽ വാചകമടിക്കാതെ പ്രഖ്യാപിച്ച 30 വീട് ചെയ്തു കൊടുക്കാൻ പറയൂ. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട്ടിൽ നടന്നത്. ദുരന്ത ബാധിതരെ നമ്മൾ പരിഹസിക്കാൻ പാടില്ല. വയനാട്ടിൽ നടന്ന പ്രകൃതി ദുരന്തത്തെക്കാൾ വലിയ ഒന്ന് കേരളം കണ്ടിട്ടില്ല. അതുകൊണ്ട് വയനാടുകാരോട് വാക്കുപാലിക്കാനുള്ള ബാധ്യത ഈ നാട്ടിലെ പ്രസ്ഥാനങ്ങൾക്കുണ്ട്. അത് അവർ ചെയ്യണം. അവർ ചെയ്തില്ലെങ്കിൽ അത് ചോദ്യം ചെയ്യും. അത് ചോദ്യം ചെയ്യപ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും തോന്നിയിട്ട് ഒരു കാര്യവുമില്ല. കൃത്യമായി വയനാടുകാരോട് മറുപടി പറയാനുള്ള ബാധ്യത ഈ നാട്ടിലെ സർക്കാരും ഇവിടുത്തെ പ്രസ്ഥാനങ്ങളും ഒക്കെ നിറവേറ്റട്ടെ. വളരെ നന്ദി സൂപ്പർ പ്രൈം ടൈം പങ്കെടുത്തതിന് 3 പേർക്കും. നമസ്കാരം.